ഹായ് ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് എക്കണോമിക്സ് ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ എക്കണോമിക്സ് ഇന്ത്യ സാമ്പത്തിക രംഗം എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തുണ്ടെങ്കിൽ പോയി കാണാം. അതായത് നമ്മൾ പി എസ് സി പഠിക്കുന്നവർക്കായിട്ട് ഇനി വരുന്ന പരീക്ഷകൾക്ക് മുമ്പായിട്ട് സിലബസ് ബേസ്ഡ് ആയിട്ട് ടോപ്പിക് ബേസ്ഡ് ആയിട്ടുള്ള SCRT NCRT ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട്. പഴയ SCRTയും പുതിയ SCRTയും NCRTയും കൂടി ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്ത്യൻ എക്കണോമിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ എക്കണോമിക്സ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് മുമ്പ് നമ്മൾ ഹിസ്റ്ററി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നമ്മൾ NCRT ക്ലാസ്സുകളും SCRT ക്ലാസ്സുകളും തരുന്നുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് കൂടെ ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് വീഡിയോസ് ചെയ്തെന്ന് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. അതിൽ നമ്മൾ ഇതിൻ്റെ നോട്ട്സുകളൊക്കെ തരുന്നതായിരിക്കും. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എക്കണോമിക്സ് ഇന്ത്യ സാമ്പത്തിക രംഗം എന്ന ടോപ്പിക് തന്നെയാണ്. നമുക്ക് ഈ ഒരു ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം ടോപ്പിക് ഇതിനുള്ളിൽ വരുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു ചെറിയൊരു ടോപ്പിക്കാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം നമ്മൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലും ചെയ്തിട്ടുണ്ടായിരുന്ന ഇന്ത്യ സാമ്പത്തിക രംഗം എന്ന ടോപ്പിക്കിൽ NCRT കൊണ്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് SCRTയും NCRTയും ആഡ് ചെയ്തിട്ടാണ് ഓരോ ടോപ്പിക്കും പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് ബഡ്ജറ്റ്, വരുമാനം, അങ്ങനത്തെ പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട കാര്യങ്ങളാണ്. നമുക്ക് NCRTയിൽ ഇതിനെക്കുറിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്ന +2 തോന്നുന്നു ആ ഒരു ഇത് വരുന്നുണ്ട്. എക്കണോമിക്സ് എന്നല്ലാതെ തന്നെ നമുക്ക് മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞൊരു സബ്ജക്റ്റ് വരുന്നുണ്ട്. അപ്പോൾ അതിലാണ് നമുക്ക് പ്രധാനമായിട്ട് അതിൽ പഠിക്കാനായിട്ട് വരുന്ന ഭാഗങ്ങളുള്ളത്. അപ്പോൾ അതിൽ നമുക്ക് പ്രധാനമായിട്ടും വല്ലാതെ അത്രയും ഡീപ്പായിട്ട് പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യമില്ല. എന്നാലും നമുക്ക് അതിലോരോ ടേംസും എന്താണെന്നൊക്കെ അറിഞ്ഞു വെച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. പിന്നെ നമുക്കറിയാം പ്രാഥമിക മേഖല, ദ്വിതീയ മേഖല, തൃതീയ മേഖല എന്ന് പറയുന്ന കുറച്ച് ടേംസുകളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താം കേട്ടോ. അങ്ങനെ ഇന്നത്തോടു കൂടി നമുക്ക് ഇന്ത്യ സാമ്പത്തിക രംഗം എന്ന ടോപ്പിക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇതെല്ലാം തന്നെ നമുക്ക് കുറച്ചധികം ടോപ്പിക്സുകൾ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഓരോ ദിവസങ്ങളിലായിട്ട് എടുക്കാം. പഞ്ചവത്സര പദ്ധതികൾ, പ്ലാനിംഗ് കമ്മീഷൻ, നീതി ആയോഗ് ഒക്കെ നമുക്ക് SCRTയിൽ NCRTയിൽ എടുത്ത് പറയുന്ന ടോപ്പിക്സ് തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത ദിവസങ്ങളിലായിട്ട് എടുക്കാം. അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. ഈ ബജറ്റ് എന്ന് പറഞ്ഞതിലേക്ക് വരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം പറയുന്നത് എന്താണ്, കുടുംബച്ചെലവ് എന്താണെന്ന് പറയുന്നുണ്ട്. എന്താണ് കുടുംബച്ചെലവ് എന്ന് പറയുന്നത്? നമുക്കറിയാം അല്ലേ, ഒരു കുടുംബം നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലവുകളുണ്ടായിരിക്കും, അപ്രതീക്ഷിത ചിലവുകളുണ്ടായിരിക്കും, നമുക്ക് കുറേ ചിലവുകളുണ്ടായിരിക്കും. ഈ ഒരു കുടുംബത്തിൻ്റെ ചിലവിനെയാണെന്ന് പറയുന്നത് കുടുംബച്ചെലവ് എന്ന് പറയുന്നത്. അതായത് ഒരു കുടുംബം ഭക്ഷ്യോപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായിട്ട് ഒരു നിശ്ചിത കാലയളവിൽ ചിലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബച്ചെലവ് എന്ന് പറയുന്നത്. കുടുംബത്തിലെ എല്ലാ ചിലവുകളും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയുമോ? ഇല്ല അല്ലേ. നമുക്ക് പെട്ടെന്നൊരു രോഗം വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചിലവ് നമ്മൾ പ്രതീക്ഷിച്ചിട്ടുള്ളതാണോ? അല്ല അല്ലേ. അപ്പോൾ അത് പറയുന്നത് അപ്രതീക്ഷിത ചിലവിലാണ് വരുന്നത്, നമുക്ക് പ്രതീക്ഷിക്കാത്ത ചിലവിലാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ കുടുംബച്ചെലവിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. എന്തൊക്കെയാണ് കുടുംബച്ചെലവിനെ രണ്ടായിട്ട് തരംതിരിക്കാൻ പറ്റുന്നത്? പ്രതീക്ഷിത ചിലവെന്നും അപ്രതീക്ഷിത ചിലവുമെന്നും രണ്ടായിട്ട് തരംതിരിക്കാം. പ്രതീക്ഷിത ചിലവെന്ന് വെച്ചാൽ എന്താണ്? നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചിലവുകളെയാണ് പ്രതീക്ഷിത ചിലവെന്ന് പറയുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലവാണ് അല്ലേ. അതുകൊണ്ട് ആഹാരം, വൈദ്യുതി ബില്ല് എന്നിവയൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലവുകളാണ്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രതിമാസമായിട്ടും പ്രതിവർഷമായിട്ടും നമുക്ക് എന്താക്കാം, കാൽക്കുലേറ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ എന്താണ് അപ്രതീക്ഷിത ചിലവെന്ന് പറയുന്നത്? നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായിട്ടുണ്ടാകുന്നതുമായ ചിലവുകളെയാണ് അപ്രതീക്ഷിത ചിലവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് പ്രതീക്ഷിക്കാനായിട്ട് പറ്റില്ല. അതായത് നമുക്ക് ആകസ്മികമായിട്ടുണ്ടാകുന്ന ചിലവാണ്. അതിന് എക്സാമ്പിളാണ് പ്രകൃതിക്ഷോഭം, രോഗങ്ങൾ എന്നിവ. ഇപ്പോൾ ഒരു വെള്ളപ്പൊക്കം വരാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമ്മൾ വിചാരിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ. നമുക്ക് ആ ഒരു ചിലവ് നമ്മുടെ മനസ്സിലേ ഇല്ല. അപ്പോൾ ഇതെന്ന് പറയുന്നത് പെട്ടെന്ന് ഉണ്ടാകുന്ന സംഭവമാണ്. അപ്പോൾ ഇതാണ് അപ്രതീക്ഷിത ചിലവിൽ വരുന്നത്. ഓക്കെ. ഇതിൻ്റെ ചെറിയ പോർഷൻസൊക്കെ നമ്മൾ 5ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണ് കുടുംബ വരുമാനം എന്ന് പറയുന്നത്? കുടുംബ വരുമാനം എന്ന് വെച്ചാൽ എന്താണ്? ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണ് എന്ന് പറയുന്നത് കുടുംബ വരുമാനം എന്ന് പറയുന്നത് അല്ലേ. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിന് വിവിധ സ്രോതസ്സുകളിൽ നിന്ന് അല്ലേ, പല ഉപഭോഗത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വരുമാനത്തെയാണ് കുടുംബ വരുമാനം എന്ന് പറയുന്നത്. നമ്മൾ ഈ കുടുംബ വരുമാനത്തെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് 5ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുടുംബ വരുമാനം എന്ന് പറയുന്നത് വരുമാനം കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കുന്നതിലൂടെ സമ്പാദ്യശീലം വളർത്തുവാനും അപ്രതീക്ഷിത ചിലവുകൾ നേരിടുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും കഴിയും അല്ലേ. വരുമാനം നമ്മൾ കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു ചിലവ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരാളിന് കടം ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ സമ്പാദ്യശീലം വളർത്തുന്നതിനൊക്കെ എന്ത് കഴിയും? കാര്യക്ഷമമായിട്ട് വിനിയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്പാദ്യശീലം വളർത്താനൊക്കെ പറ്റും.
ഇനി എന്താണ് കുടുംബ ബജറ്റ് എന്ന് പറയുന്നത്? കുടുംബ ബജറ്റ് എന്ന് വെച്ചാൽ എന്താണ്? നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബജറ്റ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബജറ്റ് എന്ന് പറയുന്നത്. ഒരു പ്രതിമാസത്തിലേക്കോ പ്രതിവർഷത്തിലേക്കോ തയ്യാറാക്കാവുന്ന കുടുംബ ബജറ്റ് കുടുംബത്തിൻ്റെ വലിപ്പവും വരുമാനവും ആവശ്യങ്ങളും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം കുടുംബ ബജറ്റ് തയ്യാറാക്കേണ്ടത്. കൃത്യമായ ഇടവേളകളിൽ ബജറ്റിലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ കുടുംബത്തിന് സാമ്പത്തിക ഭദ്രതയും ക്ഷേമവും കൈവരിക്കാനായിട്ട് കഴിയും. അപ്പോൾ എന്താണ് കുടുംബ ബജറ്റ് എന്ന് വെച്ചാൽ? കുടുംബത്തിലെ വരവും ചിലവൊക്കെ കണക്കാക്കുന്നതിനല്ലേ, എല്ലാ അംഗങ്ങളുടെയും വരവ് ചിലവ് കണക്കാക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് കുടുംബ ബജറ്റ് എന്ന് പറയുന്നത്. പക്ഷേ നമുക്ക് ഈ കുടുംബ ബജറ്റൊക്കെ താളം തെറ്റാനായിട്ട് ചാൻസ് ഉണ്ട് അല്ലേ. ഇപ്പോൾ പെട്ടെന്ന് വൈദ്യുതി നിരക്ക് വർധനമാണ്, അല്ലാന്നുണ്ടെങ്കിൽ പച്ചക്കറികളുടെയും സാധനങ്ങളുടെയും വില കൂടുകയാണ്, അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് സംഭവിക്കും? ഈ കുടുംബ ബജറ്റിനെ അത് സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് അല്ലേ. അപ്പോൾ വരവ് ചിലവിനേക്കാൾ കൂടുതലാവുകയോ വരവും ചിലവും തുല്യമാവുകയോ ചെയ്യുമ്പോഴാണ് കുടുംബ ബജറ്റ് സുസ്ഥിരമാകുന്നത്. നമ്മൾ വരവും ചിലവും തുല്യമാവുകയാണെങ്കിൽ മാത്രമാണ് കുടുംബ ബജറ്റ് സുസ്ഥിരമാകുന്നത്. ഇനി കുടുംബ ചിലവ് എങ്ങനെയൊക്കെ കുറയ്ക്കാമെന്ന് പറയുന്നുണ്ട്. പ്രാദേശികമായി ലഭിക്കുന്ന വിഭവങ്ങൾ ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുക, ഭക്ഷ്യവസ്തുക്കൾ സ്വന്തമായി കൃഷി ചെയ്യുക, പൊതുവിതരണ സംവിധാനവും ന്യായവില വിൽപ്പന കേന്ദ്രങ്ങളും പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ ബജറ്റൊക്കെ ഒന്ന് കുറച്ച് ഇതാക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ റേഷൻ കടയിൽ നിന്നൊക്കെ അരി വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ കുറച്ച് റേറ്റ് കുറവുള്ള നീതി സ്റ്റോഴ്സിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു റേറ്റ് വ്യത്യാസം വരും. അതുപോലെ തന്നെയാണ് സ്വന്തമായിട്ട് കൃഷി ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? നമ്മുടെ കുടുംബ ബജറ്റിനെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ കുടുംബ ബജറ്റ് കൊണ്ടുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ്? വിവിധ വരുമാന സ്രോതകൾ തിരിച്ചറിയുന്നു, വരവിനനുസരിച്ച് ചിലവുകൾ ക്രമീകരിക്കുന്നു, മിതവ്യയശീലം അല്ലേ, ചെറുതായിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? സേവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊക്കെ എന്താണ്? കുടുംബ ബജറ്റ് കൊണ്ടുള്ള നേട്ടങ്ങളാണ്. അപ്പോൾ വിവിധ വരുമാന സ്രോതസ്സുകൾ തിരിച്ചറിയുന്നു, വരവിനനുസരിച്ച് ചിലവ് ക്രമീകരിക്കുന്നു, മിതവ്യയശീലം. ഇനി വരുന്ന ടേം ഇമ്പോർട്ടൻ്റ് ആണ്. പൊതു ചിലവ് എന്ന് വെച്ചാൽ എന്താണ് എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. പൊതു ചിലവ് എന്ന് വെച്ചാൽ എന്താണ്? സർക്കാരിന് കുറേ പ്രവർത്തനങ്ങൾ സർക്കാർ നടത്തുന്നുണ്ട് അല്ലേ. ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ധാരാളം പണം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഇവ കൂടാതെ മറ്റെന്തെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സർക്കാർ ധനം ചിലവഴിക്കുന്നത്? അപ്പോൾ സർക്കാർ എന്തിനൊക്കെയാണ് ധനം ചിലവഴിക്കുന്നത്? ശമ്പളം, പലിശ, പ്രതിരോധ ചെലവ്, ആശുപത്രി നിർമ്മാണ പ്രവർത്തനം, സാമൂഹിക സുരക്ഷാ പദ്ധതികൾ എന്നിവയ്ക്കൊക്കെ എന്ത് സംഭവിക്കുന്നുണ്ട്? സർക്കാർ കുറച്ച് കാശ് ചിലവാക്കുന്നുണ്ട്. അങ്ങനെ വികസനേതര പ്രവർത്തനങ്ങൾക്കായിട്ട് സർക്കാർ ചിലവഴിക്കുന്ന തരത്തെയാണ് പൊതു ചിലവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? വികസനത്തിനും വികസനേതര പ്രവർത്തനങ്ങൾക്കുമായിട്ട് സർക്കാർ ചിലവഴിക്കുന്ന ധനത്തെയാണ് പൊതു ചിലവുകൾ എന്ന് പറയുന്നത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിപുലമാകുന്നതിനനുസരിച്ച് പൊതു ചിലവുകളും വർദ്ധിക്കും. സർക്കാർ നന്നായിട്ട് പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? പൊതു ചിലവും വർദ്ധിക്കും. അപ്പം പിന്നെ എന്താണ് പൊതു ചിലവ് എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞു പൊതു ചിലവിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാമെന്ന് പറഞ്ഞു അല്ലേ. വികസന ചിലവുണ്ട്, വികസനേതര ചിലവുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് വികസന ചിലവുകൾ എന്ന് പറയുന്നത്? രാജ്യത്തിൻ്റെ സാമൂഹികവും വികസനവുമായി നേരിട്ട് ബന്ധപ്പെട്ട് ഇരിക്കുന്ന ചിലവുകളെയാണ് വികസന ചിലവുകൾ എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ സാമൂഹികവുമായിട്ടുള്ള വികസനത്തിന് വേണ്ടിയിട്ടുള്ള ചിലവ് അല്ലേ. ഇവ രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തെയും യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നതിനാൽ ഇവ ഉൽപ്പാദന ചിലവുകളെന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഉൽപ്പാദനത്തെയും അതുപോലെ തന്നെ യഥാർത്ഥ സമ്പദ് വ്യവസ്ഥയൊക്കെ ഉത്തേജിപ്പിച്ചിട്ട് വലിയ സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവന നൽകുന്നത് കാരണം ഇതിനെ നിന്ന് പറയും ഉൽപ്പാദന ചിലവുകൾ എന്ന് പറയും. അതായത് വികസന ചിലവുകൾ നമുക്ക് നിന്ന് പറയാം ഉൽപ്പാദന ചിലവുകൾ എന്നും പറയാം. റോഡ്, പാലം, തുറമുഖം എന്നിവ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാരിൻ്റെ ചിലവുകളെയാണ് വികസന ചിലവുകളായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ റോഡ്, പാലം, തുറമുഖം എന്നിവ നിർമ്മിക്കുക, പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങൾക്കുള്ള സർക്കാർ ചിലവുകളെയാണ് എന്ന് പറയുന്നത് വികസന ചിലവുകളായിട്ട് കണക്കാക്കുന്നത്. ഇതൊക്കെ എന്താണ്? റോഡ്, പാലം, ഗതാഗതം ഈ ഭാഗങ്ങളൊക്കെ നിർമ്മിക്കുകയാണ് അല്ലേ, വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനെയാണ് വികസന ചിലവുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വികസനേതര ചിലവുകൾ എന്ന് പറയുന്നത്? നോൺ ഡെവലപ്മെൻറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് എന്താണ്? വികസനേതര ചിലവുകൾ എന്ന് വെച്ചാൽ എന്താണ്? രാജ്യ താൽപ്പര്യത്തിനും പൊതുസേവനങ്ങൾക്കുമായിട്ട് സർക്കാർ നിരന്തരം വഹിക്കുന്ന ചിലവുകളെയാണ് വികസനേതര ചിലവുകൾ എന്ന് പറയുന്നത്. അതെന്താണ്? രാജ്യ താൽപ്പര്യത്തിനും പൊതുസേവനങ്ങൾക്കുമായിട്ട് വഹിക്കുന്ന ചിലവാണ്. അതായത് പ്രതിരോധം, പലിശ, പെൻഷൻ, മഹാമാരി, പ്രകൃതി ദുരന്തം തുടങ്ങിയവയൊക്കെ എന്താണ്? വികസനമല്ല അല്ലേ. ഇവയൊക്കെ വികസനേതര ചിലവിലാണ് പെടുന്നത്. പലിശ, ഊർജ്ജോൽപാദനം, മഹാമാരി, ക്ഷേമ പെൻഷൻ, കടബാധ്യത, സബ്സിഡി, റോഡ് നിർമ്മാണം, വിദ്യാലയ നിർമ്മാണം, യുദ്ധം, പ്രതിരോധം, പൊതുഭരണം, വ്യവസായ
വ്യവസായശാലകൾ എന്നിങ്ങനെയുള്ള കുറേ ചിലവുകളുണ്ട്. അപ്പോൾ ഇതിലേതൊക്കെയാണ് വികസന ചിലവ് വരുന്നത്? നമ്മൾ പറഞ്ഞല്ലേ, വിദ്യാലയ നിർമ്മാണം, റോഡ് നിർമ്മാണം ഒക്കെ എന്ന് പറഞ്ഞു വികസന ചിലവാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വ്യവസായശാലകൾ എന്ന് പറയുന്നത് വികസന ചിലവാണ് അല്ലേ. മഹാമാരിയൊക്കെ എന്താണ്? വികസനേതര ചിലവാണ്. പലിശ എന്ന് പറയുന്നത് എന്താണ്? വികസനേതര ചിലവുകളെയാണ്. ഇനി എന്താണ് പൊതുവരുമാനം എന്ന് പറയുന്നത്? പൊതുവരുമാനം എന്ന് പറയുന്നത് എന്താണ്? വികസനക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സർക്കാരിന് ധാരാളം പണം ആവശ്യമായിട്ട് വരും അല്ലേ. വികസന പ്രവർത്തനങ്ങൾ കുറേ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ സർക്കാർ. അപ്പോൾ അതിന് വേണ്ടി സർക്കാർ ധാരാളം വരും? പണം ആവശ്യമായിട്ട് വരും. ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് വിവിധ സ്രോതസ്സുകളിൽ നിന്നും സർക്കാർ സമാഹരിക്കുന്ന ധനമത്തെയാണ് പൊതുവരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായിട്ട് വിവിധ സ്രോതസ്സുകളിൽ നിന്നും സർക്കാർ സമാഹരിക്കുന്ന ധനമത്തെയാണ് പൊതുവരുമാനം എന്ന് പറയുന്നത്. സർക്കാർ ബജറ്റിൻ്റെ ഒരു പ്രധാന ഘടകമാണ്. അപ്പോൾ എന്താണ് പറഞ്ഞത്? പൊതുവരുമാനം എന്ന് വെച്ചാൽ സർക്കാർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വരുമാനം വേണം. അതിന് വേണ്ടിയിട്ട് ഇവർ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പൊതുവരുമാനത്തെ നമുക്ക് എന്തെന്നൊക്കെ വിളിക്കാം? നികുതി വരുമാനം എന്നും നികുതിയേതര വരുമാനം എന്നും വിളിക്കാം. നികുതി വരുമാനം എന്നും നികുതിയേതര വരുമാനം എന്നും വിളിക്കാം. നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തെയാണ് എന്ന് പറയുന്നത് നികുതി വരുമാനം എന്ന് പറയുന്നത്. നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനത്തെയാണ് നികുതി വരുമാനം എന്ന് പറയുന്നത്. ഈ നികുതി എന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതിയുണ്ട്, പരോക്ഷ നികുതിയുണ്ട്. പ്രത്യക്ഷ നികുതിയുണ്ട്, പരോക്ഷ നികുതിയുണ്ട്. എന്താണ് പ്രത്യക്ഷ നികുതി? നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ കൊടുക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത് അല്ലേ. പ്രത്യക്ഷമായിട്ട് തന്നെ കൊടുക്കാം അല്ലേ. എനിക്കാണ് നികുതി ചുമത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പോയിട്ട് നികുതി ചെലവാക്കുന്നതിനാണെന്ന് പറയുന്നത് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. അതായത് നികുതിദായകൻ തന്നെ നികുതി ഭാരം വഹിക്കുന്നു എന്നർത്ഥം. ആദായ നികുതി, കെട്ടിട നികുതി എന്നിവ ഉദാഹരണങ്ങളാണ്. അപ്പോൾ എന്താണ് പ്രത്യക്ഷ നികുതിക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്? ആദായ നികുതിയും കെട്ടിട നികുതിയും ഒക്കെ പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ്. ഇനി എന്താണ് പരോക്ഷ നികുതി? നേരെ ഓപ്പോസിറ്റ് അല്ലേ. ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നു അല്ലേ. വേറൊരാൾ കൊടുക്കുന്നതിനെയാണ് പരോക്ഷ നികുതി എന്ന് പറയുന്നത്. വിൽപ്പന നികുതി, വിനോദ നികുതി എന്നിവയൊക്കെ എന്താണ്? ഉദാഹരണങ്ങളാണ്. വിൽപ്പന നികുതിയും വിനോദ നികുതിയും പരോക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളാണ്. മനസ്സിലായില്ല? അപ്പോൾ എന്താണ് പ്രത്യക്ഷ നികുതി എന്നും പരോക്ഷ നികുതി എന്നും? പ്രത്യക്ഷ നികുതി എന്ന് വെച്ചാൽ നമ്മൾ തന്നെ കൊടുക്കുകയാണ് നികുതി. പരോക്ഷ നികുതി എന്ന് വെച്ചാൽ വേറൊരാൾ വഴി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പരോക്ഷ നികുതി. എന്താണ് നികുതിയേതര വരുമാനം? നികുതി അല്ലാത്ത വരുമാനം എന്ന് വെച്ചാൽ എന്താണ്? നികുതിയിലൂടെ അല്ലാതെ മറ്റു സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം അല്ലേ. ഫീസ്, പിഴ, ഗ്രാൻഡ്, ലാഭം, പലിശ എന്നിവയൊക്കെ എന്തിൽ വരും? നികുതിയേതര വരുമാനത്തിൽ വരും. ഓക്കെ. അപ്പോൾ എന്താണ് നികുതി എന്ന് പറയുന്നത്? നികുതി എന്ന് വെച്ചാൽ എന്താണ്? ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചിലവുകൾ വഹിക്കുവാനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി. നികുതി നൽകുന്ന വ്യക്തിയെയാണ് നികുതിദായകൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചിലവുകൾ വഹിക്കാനായിട്ട് ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായിട്ട് നൽകേണ്ട ചിലവിനെയാണെന്ന് പറയുന്നത് നികുതി എന്ന് പറയുന്നത്. നികുതി നൽകുന്ന വ്യക്തിയെയാണെന്ന് വിളിക്കുന്നത് നികുതിദായകൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഇനി GST അല്ലെങ്കിൽ ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത്? അപ്പോൾ GSTയുടെ ഫുൾ ഫോം എന്താണ്? ചരക്ക് സേവന നികുതി, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ് അല്ലേ. രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് ഭരണഘടനയിലെ 101 ഭേദഗതി ഇമ്പോർട്ടൻ്റ് ആണ്. ഭരണഘടനയിലെ 101 ഭേദഗതി പ്രകാരം 2017 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പരോക്ഷ നികുതിയാണ് GST എന്ന് പറയുന്നത്. GST നിലവിൽ വന്നത് ഏത് ഭരണഘടനാ ഭേദഗതിയാണ്? 101 ഭേദഗതി പ്രകാരം. എന്നാണ് വന്നത്? 2017 ജൂലൈ 1 നിലവിൽ വന്നത്. ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. നിലവിൽ 0, 5 എന്തൊക്കെയാണ് വരുന്നത്? എങ്ങനെയൊക്കെയാണ് GST നിരക്ക് വരുന്നതെന്നാണ് പറയുന്നത്. 0, 5, 12, 18, 28 എന്നിങ്ങനെയുള്ള നിരക്കുകളിലാണ് ഉപഭോക്താവ് GST നൽകേണ്ടത്. ഇങ്ങനെയൊക്കെയാണ് 0, 5, 12, 18, 28. ഇത്തരത്തിൽ ഉപഭോക്താക്കളിൽ നിന്നും ഈടാക്കുന്ന വിവിധ നിരക്കിലുള്ള നികുതികൾ വ്യാപാരികൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതാണ്. കാലാനുസൃതമായി GST നിരക്കിൽ മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ GSTയുടെ സ്ലാബ് റേറ്റ് ആണ് പറയുന്നത് 0, 5, 12, 18, 28 എന്ന് പറയുന്ന ഒരു പരോക്ഷ നികുതിയാണ്. 101 ഭേദഗതിയിലാണ് 2017 ജൂലൈ 1 നിലവിൽ വന്നത്. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് ബഡ്ജറ്റ് എന്താണെന്ന് നോക്കാം. ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബജറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലേ, കുടുംബ ബജറ്റ് എന്ന് വെച്ചാൽ കുടുംബത്തിലെ വരവും ചിലവും നോക്കുന്നതാണ്. അപ്പോൾ സർക്കാർ ഇതുപോലെ ചെലവും വരവും നോക്കുന്നത് ഒരു വർഷത്തിലേട്ടാ, അതിനാണ് നമ്മൾ എന്ന് പറയുന്നത് ബജറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ രാജ്യത്ത് എന്നാണ് സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. കാലയളവ് ഏതാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. ആരാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്? ധനകാര്യമന്ത്രി. ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഏത് ആർട്ടിക്കിൾ അനുസരിച്ചാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 അനുസരിച്ചാണ് രാജ്യത്ത് വാർഷിക സാമ്പത്തിക
ഓഡിറ്റ് കൂടിയാണ് കേന്ദ്ര ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ബജറ്റ് എന്ന് പറയുന്നത് സർക്കാർ ചെലവ് വരുമാനം ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ബജറ്റ് തയ്യാറാക്കുന്നത്. ധനകാര്യമന്ത്രിയാണ് ബജറ്റ് അവതരിപ്പിക്കുന്നത്. ആർട്ടിക്കിൾ 112 അനുസരിച്ചിട്ടാണ് എന്ത് പറയുന്നത്? ഈ ബജറ്റ് അവതരിപ്പിക്കുന്നത്. ഇനി ഈ ബജറ്റ് എന്ന് പറയുന്നത് പലതരമുണ്ട്. എന്തൊക്കെ ബജറ്റാണുള്ളത് നമുക്ക് നോക്കാം. മിച്ച ബജറ്റ്, സന്തുലിത ബജറ്റ്, കമ്മി ബജറ്റ്. എന്താണ് മിച്ച ബജറ്റ്, സന്തുലിത ബജറ്റ്, കമ്മി ബജറ്റ്? മിച്ച ബജറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വരവ് കൂടുതലും ചെലവ് കുറവുമാണല്ലേ. മിച്ച ബജറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വരവ് കൂടുതലും ചെലവ് കുറവുമാണ്. അപ്പോൾ എന്താണ്? മിച്ചം പിടിക്കാൻ. നമുക്ക് മിച്ച ബജറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? മിച്ചം പിടിക്കാന്ന് അറിയിച്ചാൽ മതി. അപ്പോൾ നമ്മുടെ ചിലവ് എന്ന് പറയുന്നത് നമ്മൾ എന്താണ്? മിച്ചം പിടിക്കുകയാണ്. അപ്പോൾ മിച്ച ബജറ്റ് എന്ന് വെച്ചാൽ വരവ് കൂടുതലും ചെലവ് കുറവിനെയാണ് മിച്ച ബജറ്റ് എന്ന് പറയുന്നത്. സന്തുലിത ബജറ്റ് എന്ന് വെച്ചാൽ ഈക്വൽ ടു ആണല്ലേ. നമുക്കറിയാലോ സന്തുലിതം എന്ന് വെച്ചാൽ എന്താണ്? ഈക്വൽ ആവണം. അതായത് വരവും ചെലവും തുല്യമാകുന്നു. കമ്മി ബജറ്റ് എന്ന് വെച്ചാൽ എന്താണ്? മിച്ച ബജറ്റിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ. കമ്മി ബജറ്റ് എന്ന് വെച്ചാൽ വരവ് കുറവും ചെലവ് കൂടുതലുമായിരിക്കും. അപ്പം മിച്ച ബജറ്റ് എന്ന് വെച്ചാൽ വരവ് കൂടുതലും ചെലവ് കുറവും. സന്തുലിത ബജറ്റ് രണ്ടും ഈക്വൽ ആയിരിക്കും. കമ്മി ബജറ്റ് വരവ് കുറവും ചെലവ് കൂടുതലായിരിക്കും. ഇനി ബജറ്റിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? ബജറ്റിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണ്? ബോഗറ്റ്. എന്താണ്? ബോഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. ബോഗറ്റ് ചെറിയ ബാഗ് അല്ലെങ്കിൽ സഞ്ചി എന്നാണ് ഇതിൻ്റെ അർത്ഥം. സർക്കാരിൻ്റെ ധനകാര്യ രേഖകൾ അടങ്ങുന്ന ഒരു സഞ്ചി എന്ന അർത്ഥത്തിലാണ് ബജറ്റ് എന്ന പദരൂപം കൊണ്ടത്. 11ാം നൂറ്റാണ്ടിലാണ് ബജറ്റിൻ്റെ ആദ്യ അവതരണം നടന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ധനകാര്യമന്ത്രിയായിരുന്ന R.K. ഷൺമുഖം ചെട്ടിയാണ്. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെ തൊട്ട് ഇമ്പോർട്ടൻ്റ്? R.K. ഷൺമുഖം ചെട്ടി. R.K. ഷൺമുഖം ചെട്ടി ആരാണ്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചു അല്ലേ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ആരാണ്? R.K. ഷൺമുഖം ചെട്ടിയാണ്. ഓക്കെയാണല്ലോ. ഇനി എന്താണ് പൊതുകടം എന്ന് പറയുന്നത്? പൊതുച്ചെലവ് പറഞ്ഞു, പൊതുവരുമാനം പറഞ്ഞു. ഇനി എന്താണ് പൊതുകടം എന്ന് പറയുന്നത്? വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെൻറ്റിന് കടമെടുക്കേണ്ടി വരും. ഇത്തരത്തിൽ സർക്കാർ വാങ്ങുന്ന വായ്പയാണ് പൊതുകടം എന്ന് പറയുന്നത്. കടം എന്ന് വെച്ചാൽ എന്താണ്? പൊതു എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു അല്ലേ, സർക്കാരിനെ കുറിച്ചിട്ടാണ് ഈ പൊതു എന്ന് പറയുന്നത്. കടം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ കടം വാങ്ങിക്കുകയാണ്. അപ്പോൾ ആരാണ് കടം വാങ്ങിക്കുന്നത്? വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾക്കും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെൻറ്റിന് കടമെടുക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള സർക്കാർ നൽകുന്ന വായ്പകളെയാണ് പൊതുകടം എന്ന് പറയുന്നത്. രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വായ്പകൾ വാങ്ങാറുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആഭ്യന്തര കടം, വിദേശ കടം എന്നിങ്ങനെയൊക്കെയാണ് അതിനെ അറിയപ്പെടുന്നത്. അപ്പോൾ രാജ്യത്തിനകത്തുനിന്നും പുറത്തു നിന്നും കടം വാങ്ങാറുണ്ട്. അപ്പോൾ എന്താണ് ആഭ്യന്തര കടം എന്ന് പറയുന്നത്? പേരിലുണ്ട് അല്ലേ. രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും സർക്കാർ വാങ്ങുന്ന വായ്പകളെയാണ് ആഭ്യന്തര കടം എന്ന് പറയുന്നത്. രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്ന് വാങ്ങിക്കുന്ന കടത്തെയാണെന്ന് പറയുന്നത് ആഭ്യന്തര കടം എന്ന് പറയുന്നത്. എന്താണ് വിദേശ കടം എന്ന് പറയുന്നത്? വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പകളെയാണ് വിദേശ കടം എന്ന് പറയുന്നത്. വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നും അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നും വാങ്ങുന്ന വായ്പയാണെന്ന് പറയുന്നത് വിദേശ കടം എന്ന് പറയുന്നത്. ഇത്തരം വായ്പകളുടെ ഉൽപ്പാദനക്ഷമമായ ഉപയോഗം വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും അതുവഴി വരുമാന വർധനവിനും പൊതുകടം കുറയ്ക്കുന്നതിനും സഹായകമാകുന്നു. ഇനി എന്താണ് ധനനയം എന്ന് പറയുന്നത്? ഇനി ധനനയം എന്ന് വെച്ചാൽ എന്താണ്? പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടമൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. ഇതൊക്കെ പറഞ്ഞല്ലേ. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ച് സമഗ്രമായി നടപ്പിലാക്കുന്ന സമഗ്രമായ സർക്കാർ നയത്തെയാണെന്ന് പറയുന്നത് ധനനയം എന്ന് പറയുന്നത്. ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബജറ്റിലൂടെയാണ്. നിലവിലെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെൻറ്റിന് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണിത്. അപ്പോൾ എന്താണ് ധനനയത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്? അപ്പോൾ എന്താണ് ധനനയം എന്ന് വെച്ചാൽ 3 കൂടി ഒരുമിക്കുക അല്ലേ. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിവയെ സംബന്ധിച്ചുള്ള സർക്കാർ നയത്തെയാണെന്ന് പറയുന്നത് ധനനയം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ലക്ഷ്യങ്ങൾ ഏതൊക്കെയാണ്? സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അധിക ചെലവുകൾ നിയന്ത്രിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. എന്തൊക്കെയാണ്? സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അധിക ചെലവുകൾ നിയന്ത്രിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. സംഘടനകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, സംസ്ഥാനം, രാജ്യം എന്നിവ ബജറ്റ് തയ്യാറാക്കി പ്രവർത്തിക്കുന്ന വഴി വികസനക്ഷേമ കാര്യങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നതിനും സുസ്ഥിര വികസനം കൈവരിക്കുന്നതിനും സഹായകമാകുന്നു. ഓക്കെ, ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത് ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് വരുന്നത് അല്ലേ. 5ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? ഇന്ത്യൻ സമ്പദ്ഘടന വിവിധ മേഖലകളിലൂടെ. ചിത്രം നിരീക്ഷിക്കൂ. നോക്കിയേ, ഈ ചിത്രത്തിൽ പല പല പണികളും എടുക്കുന്ന കുറേ പേരെ കാണുന്നുണ്ട് അല്ലേ. ടീച്ചിങ് ഉണ്ട്, അതുപോലെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്, ബാങ്കിൽ അല്ലേ, ബാങ്കിൽ ഓരോ വ്യവസായങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ. നോക്കി വൈവിധ്യമാർന്ന തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ കാണാൻ കഴിയുന്നില്ലേ. എന്തിനാണ് അവർ തൊഴിലുകളിൽ ഏർപ്പെടുന്നത്?
എന്തിനാണ് അവർ തൊഴിലേർപ്പെടുന്നത്? എന്തിനാണ് തൊഴിൽ ചെയ്യുന്നത്? വരുമാനം കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ? ഇത്തരത്തിലെ തൊഴിലുകളിലൂടെയാണ് നമുക്ക് എന്ത് ലഭിക്കുന്നത്? വരുമാനം ലഭിക്കുന്നത്. ഈ വരുമാനമൊക്കെ ഒരു സാമ്പത്തിക പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെ കാണപ്പെടുന്നുണ്ട്? കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് കാണപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ വ്യവസായം, അതുപോലെ തന്നെ എന്താണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ എന്താണ് കാണപ്പെടുന്നത്? ടീച്ചിങ്, ബാങ്കിങ് ഒക്കെ കാണപ്പെടുന്നുണ്ട് അല്ലേ? ഈ 3 മേഖലകളുമായി നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ നമുക്ക് എന്തായി തിരിക്കാം? 3 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖല. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖല എന്നിങ്ങനെ 3 വിഭാഗങ്ങളായിട്ട് തരംതിരിക്കാം. ഇതിൽ എന്താണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് ആദ്യം തന്നെ അറിഞ്ഞിരിക്കണം. എന്താണ് NSO, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് വെച്ചാൽ മുമ്പ് നിലനിന്നിരുന്ന സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസും നാഷണൽ സാമ്പിൾ സർവേ ഓഫീസും ചേർന്ന് 2019 രൂപീകൃതമായതാണ് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? CSO പഠിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ CSO എന്ന് പറയുന്നതും അതുപോലെ തന്നെ നാഷണൽ സാമ്പിൾ സർവേ ഓഫീസ് NSSയും കൂടി ചേർന്നിട്ടാണ് 2019 നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് എന്നായിട്ട് മാറിയത്. ഇന്ത്യയിലെ ദേശീയ വരുമാനം ഉൾപ്പെടെയുള്ള സാമ്പത്തിക സ്ഥിതി വിവരക്കണക്കുകൾ ശേഖരിക്കുകയും വിശകലനം ചെയ്യുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് NSO എന്ന് പറയുന്നത്. എന്താണ് നമ്മൾ പറഞ്ഞത്? ദേശീയ വരുമാനം കണക്കാക്കുകയും അതിനെക്കുറിച്ചിട്ട് വിവരങ്ങൾ ശേഖരിക്കുകയും പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്ന ഒരു കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനമാണ് NSO എന്ന് പറയുന്നത്. സാമ്പത്തിക നയങ്ങൾ രൂപീകരിക്കുന്നതിനും സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും സാമ്പത്തിക വളർച്ച നിരീക്ഷിക്കുന്നതിനും NSO നൽകുന്ന വിവരങ്ങൾ അടിസ്ഥാനമാക്കുന്നു അല്ലേ? സർക്കാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ എന്താണ് സാമ്പത്തിക വളർച്ച നിരീക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഈ വിവരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മെയിനായിട്ടുള്ള ഭാഗത്തിലേക്ക് പോകുകയാണ്. പ്രാഥമിക മേഖല അല്ലെങ്കിൽ പ്രൈമറി സെക്ടർ എന്ന് വെച്ചാൽ എന്താണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്? ഫസ്റ്റ് ഭാഗമാണല്ലേ വരുന്നത്. അതായത് പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. പ്രാഥമിക മേഖലയുടെ മുഖ്യ സവിശേഷത എന്താണ്? പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രാഥമിക മേഖലയുടെ സവിശേഷതയാണ്. പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചിട്ടുള്ള കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം തുടങ്ങിയവയെല്ലാം പ്രാഥമിക മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഏതൊക്കെയാണ്? പ്രകൃതി വിഭവങ്ങളാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഘടന എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഈ പ്രകൃതി വിഭവങ്ങളെ ആശ്രയിച്ചിട്ട് എന്തൊക്കെ ഉണ്ടായിരിക്കണം? കൃഷി ഉണ്ടായിരിക്കാം, കന്നുകാലി വളർത്തൽ ഉണ്ടായിരിക്കാം, മത്സ്യബന്ധനം എന്നിവയൊക്കെ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നതാണല്ലേ? അപ്പോൾ പ്രാഥമിക മേഖലയ്ക്ക് ഉദാഹരണങ്ങളാണ് കൃഷി, കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം. കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ പ്രാഥമിക മേഖല കാർഷിക മേഖല എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞു അല്ലേ, പ്രകൃതി വിഭവങ്ങൾ നേരിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താ കൃഷിക്കാണല്ലോ ഇവിടെ പ്രാധാന്യം നൽകുന്നത്. അപ്പോൾ കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നതിനാൽ പ്രാഥമിക മേഖല എന്ന് വിളിക്കുന്നു കാർഷിക മേഖല എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഇവിടെ പറഞ്ഞത് നോക്കിയോക്കേ. പ്രാഥമിക മേഖല എന്ന് വെച്ചാൽ പ്രകൃതി വിഭവങ്ങളെ നേരിട്ട് ഉപയോഗപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനങ്ങളെയാണ് പ്രാഥമിക മേഖല എന്ന് പറയുന്നത്. അതിൽ പ്രകൃതി വിഭവങ്ങൾ നേരിട്ട് ഉപയോഗപ്പെടുത്തിയ ഇപ്പോൾ കൃഷിയും കന്നുകാലി വളർത്തൽ അതുപോലെ തന്നെ മത്സ്യബന്ധനം, ഖനനം എന്നിവയൊക്കെ എന്തുമായിട്ട് വരും? ഈ പ്രാഥമിക മേഖലയായിട്ട് വരും അല്ലേ? അതിന് ഉദാഹരണങ്ങളാണ്. അതുപോലെ തന്നെ ഇത് കൃഷിയുമായിട്ട് കൂടുതൽ ബന്ധമായിട്ട് കിടക്കുന്ന കാരണം ഈ പ്രാഥമിക മേഖലയെ നമ്മൾ എന്തെന്ന് വിളിച്ചോ? കാർഷിക മേഖല എന്ന് വിളിച്ചോ. ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി വിവരക്കണക്കുകൾ തയ്യാറാക്കുന്ന നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് സമ്പദ്ഘടനയിലെ ഓരോ മേഖലയിലും ഉൾപ്പെടുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതൊക്കെയാണ് സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. നോക്കിയേ, വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾ നൽകിയിട്ടില്ല. ഏതൊക്കെയാണ്? ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും, ബാങ്കിങ്, ഇൻഷുറൻസ്, കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും, നിർമ്മാണ പ്രവർത്തനങ്ങൾ, വ്യവസായം, വിദ്യാഭ്യാസം, കന്നുകാലി വളർത്തൽ, റിയൽ എസ്റ്റേറ്റ്, ആരോഗ്യം, ജലവിതരണം, വനം എന്നിവയൊക്കെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. ഇതിലേതൊക്കെയാണ് പ്രാഥമിക മേഖലയിൽ വരുന്നത്? ഏതൊക്കെയാണ്? കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളും നമ്മൾ പറഞ്ഞല്ലേ, കൃഷി അനുബന്ധ പ്രവർത്തനങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ കന്നുകാലി വളർത്തൽ എന്ന് പറയുന്നതും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പിന്നെന്താണ്? വനല്ലേ, വനം എന്ന് പറയുന്നത് എന്താണ്? പ്രാഥമിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. പിന്നെ എന്തൊക്കെ വരാം? ഖനനം വരും അല്ലേ? നോക്കിയൊക്കെ ഖനനം വരും. പിന്നെ എന്ത് വരും? ഖനനം, മത്സ്യബന്ധനം, പാറ പൊട്ടിക്കൽ എന്നിവയൊക്കെ എന്തിൽ വരുന്നതാണ്? പ്രാഥമിക മേഖലയിൽ വരുന്നതാണ്. ഖനനം, മത്സ്യബന്ധനം, അതുപോലെ തന്നെ പാറ പൊട്ടിക്കൽ. അപ്പോൾ എന്തൊക്കെയാണ് പ്രാഥമിക മേഖലയിൽ പറഞ്ഞത്? എന്തൊക്കെയായിരുന്നു? കൃഷി പറഞ്ഞു, കൃഷിയുമായി ബന്ധപ്പെടുന്ന പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കന്നുകാലി വളർത്തൽ, മത്സ്യബന്ധനം, പിന്നെ നമ്മൾ പറയുന്നത് ഖനനം, പാറ പൊട്ടിക്കൽ എന്നിവയൊക്കെ പ്രാഥമിക മേഖലയ്ക്ക് ഉദാഹരണമാണ്.
അപ്പോൾ പ്രാഥമിക മേഖലയിൽ നിന്ന് നമുക്ക് നേരിട്ട് ഉപയോഗിക്കാവുന്ന ഉൽപ്പന്നങ്ങളും മറ്റു ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനാവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ലഭ്യമാകുന്നുണ്ട് അല്ലേ. പ്രാഥമിക മേഖലയിൽ നിന്ന് നമുക്ക് മറ്റു വസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നതും പ്രാഥമിക മേഖലയിൽ നിന്നാണ്. ഇനി എന്താണ് ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ എന്ന് പറയുന്നത്? ദ്വിതീയ മേഖല അല്ലെങ്കിൽ സെക്കൻഡറി സെക്ടർ എന്ന് വെച്ചാൽ എന്താണ്? വ്യവസായം, നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ ഉൾപ്പെടുന്നത്. എന്താണ്? വ്യവസായം, നിർമ്മാണം എന്നിവയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രവർത്തനങ്ങളാണ് ഈ മേഖലയിൽ ഉൾപ്പെടുന്നത്. പ്രാഥമിക മേഖലയിലെ ഉൽപ്പന്നങ്ങൾ അസംസ്കൃത വസ്തുക്കളായി ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് ദ്വിതീയ മേഖലയിലൂടെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞൂലേ, പ്രാഥമിക മേഖലയിൽ അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നുണ്ടെന്ന്. ഈ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുക അല്ലേ. പുതിയ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നത് എവിടെയാണ്? ദ്വിതീയ മേഖലയിലാണ്. വ്യവസായങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനാൽ ദ്വിതീയ മേഖലയെ എന്ന് വിളിക്കുന്നു? വ്യവസായ മേഖല, ഇൻഡസ്ട്രിയൽ സെക്ടർ എന്നും വിളിക്കുന്നു. അപ്പോൾ എന്താണ് ദ്വിതീയ മേഖല എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുന്നത്? വ്യവസായ നിർമ്മാണം അല്ലേ. നമ്മൾ പറഞ്ഞു പ്രാഥമിക മേഖല എന്ന് വെച്ചാൽ കൃഷിയുമായി ബന്ധപ്പെട്ടതായിരുന്നു, പ്രകൃതി വിഭവങ്ങളായിട്ട് നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളവയായിരുന്നു, അല്ലെങ്കിൽ അതിനെ ആശ്രയിച്ച് നിൽക്കുന്നവയായിരുന്നു. ദ്വിതീയ മേഖലയിൽ വരുന്നത് വ്യവസായം, നിർമ്മാണം എന്നിവയൊക്കെയാണ്. അതായത് പ്രാഥമിക മേഖലയിൽ നിന്ന് നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നുണ്ട്. ഈ അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണ് ഉൽപ്പന്നങ്ങളൊക്കെ നിർമ്മിക്കുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെ വരുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. വ്യവസായം, അതുപോലെ തന്നെ നിർമ്മാണം എന്നിവയൊക്കെ ദ്വിതീയ മേഖലയിലാണ് വരുന്നത്. അപ്പോൾ വ്യവസായവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതിനാൽ ഇതിനെ നിന്ന് വിളിക്കാം വ്യവസായ മേഖല എന്നും ദ്വിതീയ മേഖലയെ വിളിക്കാം. ക്ലിയർ ആണല്ലോ. അപ്പോൾ വൈദ്യുതി ആണെന്നുണ്ടെങ്കിലും ഗ്യാസ്, അതുപോലെ ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? വ്യവസായത്തിൽ വരുന്നതാണ്, വ്യവസായ നിർമ്മാണത്തിലൊക്കെ വരുന്നതാണ്. അതാണ് ദ്വിതീയ മേഖല എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ് തൃതീയ മേഖല എന്ന് വെച്ചാൽ എന്താണ്? തൃതീയ മേഖല ടെറിഷറി സെക്ടർ എന്ന് വെച്ചാൽ എന്താണ്? പ്രാഥമിക, ദ്വിതീയ മേഖലകളിലെ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, വിപണനം ചെയ്യുക തുടങ്ങിയ എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളെയും ക്ഷമമാക്കുന്നത് തൃതീയ മേഖലയിലെ വിവിധ പ്രവർത്തനങ്ങളിലൂടെയാണ്. ആരോഗ്യം, വിദ്യാഭ്യാസം തുടങ്ങിയ വിവിധ സേവന പ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തുന്നത് തൃതീയ മേഖലയാണ്. അതിനാൽ തൃതീയ മേഖല എന്നറിയപ്പെടുന്നു സേവന മേഖല എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ എന്താ പറഞ്ഞത്? തൃതീയ മേഖല എന്ന് വെച്ചാൽ നമ്മൾ പ്രാഥമിക മേഖലയിൽ നിന്ന് നമുക്ക് അസംസ്കൃത വസ്തുക്കൾ ലഭിച്ചു, ദ്വിതീയ മേഖലയിൽ നിന്ന് നിർമ്മാണം ചെയ്തു വ്യാവസായികമായിട്ടൊക്കെ നിർമ്മാണം ചെയ്തിട്ട് അതിൽ നിന്ന് നമുക്കൊരു ഉൽപ്പന്നം ലഭിക്കുന്നുണ്ടല്ലോ. ഈ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുകയും അതുപോലെ തന്നെ അതിനെ വിപണനം ചെയ്യുക എന്നിവയൊക്കെയാണ് തൃതീയ മേഖലയിൽ വരുന്നത്. ഈ തൃതീയ മേഖലയ്ക്ക് ഫോർ എക്സാമ്പിളാണ് ആരോഗ്യം, വിദ്യാഭ്യാസം, അതുപോലെ തന്നെ ഗതാഗതം, വാർത്താവിനിമയം, വ്യാപാരം, വാണിജ്യം എന്നിവയൊക്കെ എന്തിനാണ്? തൃതീയ മേഖലയാണ് അല്ലേ. ഇത് നമുക്ക് ലഭിക്കുന്ന സൗകര്യങ്ങളാണ് അല്ലേ ഈ തൃതീയ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സേവന പ്രവർത്തനങ്ങളാണല്ലേ. അപ്പോൾ അത് കാരണം നമുക്ക് എന്ന് പറയാം തൃതീയ മേഖല എന്ന് പറയുന്നത് സേവന മേഖല എന്ന് പറയാം. നമുക്ക് ലഭിക്കുന്ന സേവന പ്രവർത്തനങ്ങളാണ് തൃതീയ മേഖലയിൽ വരുന്നത്. ഗതാഗതം, വാർത്താവിനിമയം, വ്യാപാരം, വാണിജ്യം എന്നിവയ്ക്ക് എന്തിൽ വരുന്നതാണ്? തൃതീയ മേഖലയിൽ വരുന്നതാണ്. അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായി പ്രാഥമിക മേഖലയും തൃതീയ മേഖലയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണല്ലേ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോക്കിയ ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു കരിമ്പ് ഉൽപ്പാദനം എങ്ങനെയാണ് വർദ്ധിപ്പിക്കാനായിട്ട് മറ്റു രണ്ട് മേഖലകളും എങ്ങനെയെല്ലാം സഹായിക്കുന്നതെന്ന് പറയുന്നുണ്ട്. നമുക്ക് നോക്കിയേ കരിമ്പ് ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ. കരിമ്പ് എന്ന് പറയുന്നത് നമുക്കറിയാമല്ലേ പ്രകൃതി വിഭവത്തിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ പ്രാഥമിക മേഖലയാണ്. ദ്വിതീയ മേഖലയിൽ നിന്ന് എന്തൊക്കെയാണ് സ്വീകരിക്കുന്നത്? അവിടെ നടക്കുന്ന നിർമ്മാണ വ്യവസായമാണ് അല്ലേ. അപ്പോൾ യന്ത്ര സാമഗ്രികളും വളങ്ങളൊക്കെയാണ് ദ്വിതീയ മേഖലയിൽ നിന്ന് ലഭിക്കുന്നത്. എന്നിട്ട് ഈ കരിമ്പ് നമുക്ക് എന്തെങ്കിലും വിപണനം ചെയ്യണം അല്ലേ. വിപണനം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി എന്തുണ്ടാവണം? ഗതാഗത സൗകര്യം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ സാമ്പത്തിക സഹായവും ആക്കണം. അതാണ് തൃതീയ മേഖലയിൽ നിന്ന് ലഭിക്കുന്നത്. ഇങ്ങനെ എല്ലാ മേഖലകളുടെയും പരസ്പര ആശ്രയത്തിലൂടെയാണ് ഉൽപാദന പ്രക്രിയ പൂർത്തിയാകുന്നത്. നോക്കി നമുക്കൊരു ഡയഗ്രം നൽകിയിട്ടുണ്ട്. നോക്കിയേ പ്രാഥമിക മേഖല അല്ലേ. പ്രാഥമിക മേഖലയിൽ നിന്നും നമുക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്നുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലേ. പ്രാഥമിക മേഖലയിൽ നിന്നും ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ലഭിക്കുന്നത്? അസംസ്കൃത വസ്തുക്കൾ ലഭിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ അസംസ്കൃത വസ്തുക്കളും ഭക്ഷ്യവസ്തുക്കൾ ലഭിക്കുന്നുണ്ട്. ഈ അസംസ്കൃത വസ്തുക്കൾ ദ്വിതീയ മേഖലയിലേക്ക് കൊടുക്കുന്നുണ്ട് അല്ലേ. ദ്വിതീയ മേഖലയ്ക്ക് കൊടുക്കുന്നുണ്ട്. ആ ദ്വിതീയ മേഖല എന്ത് ചെയ്യും? അത് ഈ യന്ത്ര സാമഗ്രികൾ, നിർമ്മിതമായ വസ്തുക്കളിലെ യന്ത്ര സാമഗ്രികളും അതുപോലെ തന്നെ നിർമ്മിത വസ്തുക്കളൊക്കെ ദ്വിതീയ മേഖല നിർമ്മാണം ചെയ്യുന്നത്. യന്ത്ര സാമഗ്രികളും നിർമ്മിതമായ വസ്തുക്കളൊക്കെ ആർക്ക് ലഭിക്കും? തൃതീയ മേഖലയ്ക്ക് കൊടുക്കും. തൃതീയ മേഖലയാണത് വിവിധ സേവനങ്ങളായിട്ട് എന്ത് ലഭിക്കുന്നത്? പ്രാഥമിക മേഖലയ്ക്ക് കൊടുക്കുന്നത് വിവിധ തരം സേവനങ്ങളായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ പരസ്പരം കണക്റ്റഡ് ആണ്. വിവിധ തരം സേവനങ്ങൾ ലഭിക്കുന്നത്.
വിവിധ മേഖലകളുടെ പരസ്പര ആശ്രയത്വം സാമ്പത്തിക പുരോഗതിക്ക് അനിവാര്യമാണ്. സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിലായി നടക്കുന്ന ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയവ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം. ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം തുടങ്ങിയവ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഉൽപ്പാദന ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം എന്ന് പറയുന്നത്. ഉൽപ്പാദന ഘടകങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്ന പ്രക്രിയയാണ് ഉൽപ്പാദനം എന്ന് പറയുന്നത്. ഉൽപ്പാദനത്തിലൂടെ ലഭിക്കുന്ന ഉൽപ്പന്നമോ വരുമാനമോ വ്യക്തികൾക്കിടയിലെ ഉൽപ്പാദക ഘടകങ്ങൾക്കിടയിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രക്രിയയാണ് വിതരണം എന്ന് പറയുന്നത്. നമുക്കറിയാം വിതരണം എന്ന് വെച്ചാൽ എന്താണ്? വിതരണം ചെയ്യുന്നത് എങ്ങനെയാണ്? ഉൽപ്പാദനത്തിലൂടെ നമുക്ക് എന്ത് ലഭിക്കാം? ഉൽപ്പന്നം ലഭിക്കാം, അല്ലെങ്കിൽ വരുമാനം ലഭിക്കാം. ഇത് വ്യക്തികൾക്കിടയിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കാം? ഉൽപ്പാദക ഘടകങ്ങൾക്കിടയിലൊക്കെ കൈമാറ്റം ചെയ്യപ്പെടില്ലേ? ഒന്നുണ്ടെങ്കിൽ കച്ചവടക്കാരിൽ നിന്നോ അല്ലെങ്കിൽ വ്യക്തികളിലൂടെയോ ഒക്കെ കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണല്ലോ വിതരണം എന്ന് പറയുന്നത്. ഉൽപ്പാദനം എന്താണ്? ഉൽപ്പാദിപ്പിക്കുക അല്ലേ? സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിനാണ് ഉൽപ്പാദനം എന്ന് പറയുന്നത്. ഇത് ആളുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് എന്ന് പറയുന്നത് വിതരണം എന്ന് പറയുന്നത്. ഇങ്ങനെ വിതരണം ചെയ്യപ്പെടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഉപഭോക്താവ് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിനായിട്ട് വിനിയോഗിക്കുകയും മിച്ചം വരുന്നത് കരുതൽ ധനമായി മാറ്റിവെക്കുകയും ചെയ്യുന്നു. അങ്ങനെ വരുമാനം നമുക്ക് ഇങ്ങനെ ലഭിച്ചു അല്ലേ? വരുമാനം ലഭിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമാനത്തിൽ നിന്നും ഒരു വിഹിതം ഉണ്ടായിരിക്കുമല്ലോ. ഒരു ഭാഗം എന്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും വയ്ക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും കുറച്ച് നാളത്തെയും കൂടി കരുതിയിട്ട് നമ്മൾ കുറച്ചും കൂടി സമ്പാദ്യമായിട്ടല്ലേ എടുത്ത് കുറച്ച് നീക്കി വയ്ക്കും അല്ലേ? അങ്ങനെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന പ്രവർത്തനത്തെയാണ് ഉപഭോഗം എന്നറിയപ്പെടുന്നത്. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി വിഭവങ്ങൾ ഉപയോഗിക്കുന്ന പ്രവർത്തനത്തെയാണ് ഉപഭോഗം എന്നറിയപ്പെടുന്നത്. ഇത്തരത്തിൽ സാമ്പത്തിക പ്രവർത്തനങ്ങളായ ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവ ത്വരിതപ്പെടുത്തുമ്പോഴാണ് സമ്പദ് വ്യവസ്ഥ പുരോഗതി കൈവരിക്കുന്നത്. അപ്പം എന്താ പറയുന്നത്? ഇവിടെ ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്ന് പറയുന്ന സാമ്പത്തിക പ്രവർത്തനം പറഞ്ഞു അല്ലേ? ഉൽപ്പാദനം എന്ന് വെച്ചാൽ എന്താണ്? ഉൽപ്പാദിപ്പിക്കുകയാണല്ലേ. വിതരണം എന്ന് വെച്ചാൽ എന്തായിരുന്നു? കൈമാറ്റം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഉപഭോഗം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളൊക്കെ നിറവേറ്റുന്നതിനായിട്ട് നമുക്കൊരു വരുമാനം ലഭിക്കും. ആ വരുമാനത്തിലൂടെ നമ്മൾ ഈ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കും. ബാക്കി വരുന്ന കുറച്ച് മിച്ചം വരുന്ന പൈസ ഒക്കെ നമ്മൾ എടുത്ത് വയ്ക്കില്ലേ? അപ്പോൾ ഇതിനൊക്കെയാണെന്ന് പറയുന്നത് ഉപഭോഗം എന്ന് പറയുന്നത്. ഇനി എന്താണ് ദേശീയ വരുമാനം എന്ന് വെച്ചാൽ എന്താണ്? നാഷണൽ ഇൻകം എന്ന് വെച്ചാൽ എന്താണ്? സാമൂഹിക സാമ്പത്തിക സർവേയുടെ ഭാഗമായി നാം എപ്പോഴും നമ്മുടെ കുടുംബത്തിൻ്റെ വാർഷിക വരുമാന കണക്കുകൾ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് സമർപ്പിക്കാറുണ്ട് അല്ലേ? നമുക്കറിയാമല്ലേ, നമുക്ക് എന്ത് അക്ഷയയിലൊക്കെ നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിലും ദേശീയ വരുമാന കണക്കൊക്കെ, വരുമാന സർട്ടിഫിക്കറ്റൊക്കെ വേണമെന്ന് പറയണം. കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ? പോയിട്ടുള്ളവർക്ക് അറിയാം. അപ്പോൾ വരുമാന സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറയും. എന്ത് സംഭവമാണെന്നുണ്ടെങ്കിലും വരുമാന സർട്ടിഫിക്കറ്റ് ചോദിക്കാറുണ്ട് അല്ലേ? അപ്പോൾ അപ്പോഴാണ് നമുക്ക് ഓരോ കുടുംബത്തിലെ വാർഷിക വരുമാനമൊക്കെ എത്രയാണെന്ന് നമുക്ക് അറിയുന്നത് അല്ലേ? അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം എങ്ങനെയാണ് കണ്ടെത്തുന്നത്? ഒരു വർഷം കുടുംബത്തിലെ അംഗങ്ങൾക്ക് വിവിധ മാർഗങ്ങളിലൂടെ, ശമ്പളമായിരിക്കാം, അല്ലെങ്കിൽ മറ്റു തൊഴിലുകളായിരിക്കാം, ആസ്തിയായിരിക്കാം, ബാങ്ക് നിക്ഷേപങ്ങൾ വഴിയൊക്കെ ആയിരിക്കാം, അങ്ങനെ ലഭിക്കുന്ന മൊത്തം വരുമാനത്തെയാണ് ആ കുടുംബത്തിൻ്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. ഒന്നുകിൽ തൊഴിലിലൂടെ ലഭിക്കാം, അല്ലെങ്കിൽ ആസ്തി ആയിരിക്കും, അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് ലഭിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ടായിരിക്കില്ല, സ്വത്തുക്കളുണ്ടായിരിക്കാം, അതുപോലെ തന്നെ ബാങ്ക് നിക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അങ്ങനെ ഒരു കൊല്ലത്തിൽ മൊത്തം അങ്ങനെ കിട്ടുന്ന വരുമാനത്തെയാണെന്ന് പറയുന്നത് വാർഷിക വരുമാനം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു രാജ്യത്തിന് വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു വർഷത്തെ ആകെ വരുമാനത്തെയാണ് ആ രാജ്യത്തിൻ്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. നമ്മൾ ഒരു കുടുംബത്തിൽ ഒരാളുടെ നോക്കിയിട്ട് ഒരു വർഷത്തിൽ നമ്മൾ കണക്കാക്കുന്നത് വാർഷിക വരുമാനം എന്ന് പറഞ്ഞില്ല. അതുപോലെ തന്നെ രാജ്യത്തിലുള്ള എല്ലാ സാമ്പത്തിക പ്രവർത്തനങ്ങളും നോക്കിയിട്ട് അങ്ങനെ ലഭിക്കുന്ന വരുമാനത്തെയാണെന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ വാർഷിക വരുമാനം എന്ന് പറയുന്നത്. രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യമാണ് ആ രാജ്യത്തിൻ്റെ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അതല്ലേ, രാജ്യത്ത് ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും പണമൂല്യം അല്ലേ? അവസാനമായി ലഭിക്കുന്ന എല്ലാ സാധനങ്ങളും സേവനങ്ങളും ഉണ്ടായിരിക്കും. അതിൻ്റെ പണമൂല്യത്തെയാണ് ആ രാജ്യത്തിൻ്റെ എന്ന് പറയുന്നത് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്? എന്താണ് സാമ്പത്തിക വർഷം? ഇന്ത്യയിൽ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഒരു സാമ്പത്തിക വർഷം. ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത് എത്രയാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. അപ്പോൾ ഈ ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കണക്കുകളും സാധനങ്ങളും സേവനങ്ങളും അങ്ങനെയൊക്കെ ലഭിക്കുന്ന ലാസ്റ്റ് വരുമാനം കൂട്ടം. അങ്ങനെയാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കപ്പെടുന്നത്.
രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നേരിട്ട് ഉപഭോഗ വസ്തുവായി ഉപയോഗിക്കുന്ന സാധനങ്ങളെ അന്തിമ സാധനങ്ങളെന്നും അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെ ഇടനില വസ്തുക്കൾ അല്ലെങ്കിൽ ഇടനില സാധനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളിൽ നേരിട്ട് ഉപയോഗിക്കുന്ന കുറച്ച് വസ്തുക്കളുണ്ടായിരിക്കുമല്ലോ, അങ്ങനത്തെ സാധനങ്ങളെയാണ് എന്ന് പറയുന്നത് അന്തിമ സാധനങ്ങൾ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മറ്റൊരു അസംസ്കൃത വസ്തുവായെന്ന് വെച്ചാൽ മറ്റൊരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഉൽപ്പന്നത്തെയാണല്ലേ അസംസ്കൃത വസ്തു എന്ന് പറയുന്നത്. നമുക്ക് നമ്മൾ എന്ത് സംഭവം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ എന്താ പറയുക, കരിമ്പ് ജ്യൂസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കരിമ്പ് വേണമല്ലോ. അപ്പോൾ അവിടുത്തെ അസംസ്കൃത വസ്തു എന്താണ്? കരിമ്പാണ്. അപ്പോൾ അതുപോലെ തന്നെ അങ്ങനെ ഒരു അസംസ്കൃത വസ്തു ഉണ്ടായിരിക്കില്ല. അങ്ങനെ അസംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് എന്ന് പറയുന്നത് ഇടനില വസ്തുക്കൾ അല്ലെങ്കിൽ ഇടനില സാധനങ്ങൾ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നേരിട്ടിട്ട് ഉപഭോഗ വസ്തുവായിട്ട് നേരിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങൾ അന്തിമ സാധനങ്ങൾ എന്ന് പറയും. അതല്ല, സംസ്കൃത വസ്തുവായിട്ട് ഉപയോഗിച്ചിട്ടായിരിക്കണം ചിലപ്പോൾ ആ സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിന് പറയാം ഇടനില വസ്തുക്കൾ അല്ലെങ്കിൽ ഇടനില സാധനങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. ഇനി ദേശീയ വരുമാനം കണക്കാക്കുന്നതിൻ്റെ പ്രാധാന്യം എന്താണ്? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലൂടെ ഒരു രാജ്യത്തിന് ലഭിക്കുന്ന ആകെ വരുമാനത്തെയാണെന്ന് പറയുന്നത് ദേശീയ വരുമാനം എന്ന് പറയുന്നത് അല്ലേ. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലൂടെ ഒരു രാജ്യത്തിന് ലഭിക്കുന്ന ആകെ വരുമാനം അഥവാ ദേശീയ വരുമാനം ആകെ വരുമാനം അല്ലെങ്കിൽ ദേശീയ വരുമാനം ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വിശദമാക്കുന്ന പ്രധാന സൂചകമാണ്. അപ്പോൾ എങ്ങനെയായിരിക്കണം ദേശീയ വരുമാനം കണക്കാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എന്തിനാണ് കണക്കാക്കുന്നത് ദേശീയ വരുമാനം? രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാനായിട്ട് പറ്റൂലേ. അതുപോലെ തന്നെ വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്താം. ഓരോ മേഖലകൾ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളുണ്ടെന്ന് പറഞ്ഞല്ലോ. ഓരോ മേഖലയിൽ നിന്നും എത്രത്തോളം ലഭിക്കുന്നത് നമുക്ക് വിലയിരുത്താം. അതുപോലെ തന്നെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും സർക്കാരിനെ സഹായിക്കാം. രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാം. രാജ്യത്തെ ജനങ്ങളുടെ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളും ചെലവുകളും മനസ്സിലാക്കുന്നതിന് സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും ബലഹീനതയും മനസ്സിലാക്കുന്നതിന്. അപ്പോൾ എന്തൊക്കെയാണ്? രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ച മനസ്സിലാക്കാം, വിവിധ മേഖലകളുടെ സംഭാവന വിലയിരുത്താം, പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതിനും നടപ്പിലാക്കുന്നതിനും സർക്കാരിനെ സഹായിക്കാം. അതുപോലെ തന്നെ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതി താരതമ്യം ചെയ്യാൻ എല്ലാ രാജ്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ രാജ്യത്തെ ജനങ്ങളുടെ വിവിധ തരത്തിലുള്ള നിക്ഷേപങ്ങളും ചിലവുകളൊക്കെ മനസ്സിലാക്കാൻ ഓരോ ജനങ്ങളും എത്രത്തോളം നിക്ഷേപിക്കുന്നുണ്ട്, എത്രത്തോളം ചിലവ് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ എന്താണ്? സമ്പദ് വ്യവസ്ഥയുടെ ശക്തിയും ബലഹീനതയും ഒക്കെ മനസ്സിലാക്കുന്നതിനായിട്ട് പറ്റൂലേ. ഇനി എങ്ങനെയൊക്കെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നെങ്ങനെയൊക്കെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്? ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ഉൽപ്പാദനം, വരുമാനം, ചെലവ് ആക്കൽ എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ട് ചുവടെ നൽകിയിട്ടുള്ള 3 രീതികളാണുള്ളത്. ഏതൊക്കെയാണ്? ഉൽപ്പാദനം, വരുമാനം, ചെലവ്. അപ്പോൾ നോക്കി, ഉൽപ്പന്ന രീതി, വരുമാന രീതി, ചെലവ് രീതി എന്നിങ്ങനെ 3 കാര്യങ്ങളുമായി നോക്കിയിട്ടാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഇതിലെന്താണ് ഉൽപ്പന്ന രീതി അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മെത്തേഡ് എന്ന് വെച്ചാൽ ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യത്തെ അടിസ്ഥാനമാക്കി വരുമാനം കണക്കാക്കുന്ന രീതിയാണ് ഉൽപ്പന്ന രീതി എന്ന് പറയുന്നത്. ഒരു സാമ്പത്തിക വർഷത്തിൽ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൊത്തം പണമൂല്യം നോക്കിയിട്ട് വരുമാനം കണക്കാക്കലേ ചെയ്യുന്നത് 3 മേഖലയിൽ നോക്കാണ്. പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലയിൽ മൊത്തം നോക്കിയിട്ട് അതിൻ്റെ പണമൂല്യം നോക്കിയിട്ടാണ് ഉൽപ്പന്ന രീതി വെച്ചിട്ട് കണക്കാക്കുന്നത്. വിവിധ മേഖലകളിൽ നിന്നും ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന എത്രത്തോളം എന്ന് തിരിച്ചറിയുന്നതിനും അതത് മേഖലകൾക്ക് അർഹമായ പ്രാധാന്യം ഉറപ്പുവരുത്തുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതെന്ന് പറഞ്ഞു? പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലെ വരുമാനം നോക്കിയിട്ടാണ്. അതായത് ഇപ്പോൾ എക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ x1 + x2 + x3 അങ്ങനെ xn വരെ ഉണ്ട് അല്ലേ. എന്നത് രാജ്യത്തെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ്. അപ്പോൾ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ നിന്ന് ലഭിക്കുന്ന പണമൂല്യം വെച്ചിട്ടാണ് ഉൽപ്പന്ന രീതി വഴി ദേശീയ വരുമാനം കണക്കാക്കുന്നത്. ഇനി എങ്ങനെയാണ് വരുമാന രീതി വഴി നോക്കി. ഒരു സാമ്പത്തിക വർഷത്തിൽ ഉൽപ്പാദന ഘടകങ്ങൾ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു അല്ലേ. ഉൽപ്പാദന ഘടകങ്ങൾ എന്ന് പറയുന്നതാണ് എന്തൊക്കെ പറഞ്ഞു? നമ്മൾ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്ന് പറയുന്ന ഉൽപ്പാദന ഘടകങ്ങളാണ്. അതിൻ്റെ പ്രതിഫലം എന്ന് പറയുന്നത് എന്തായിരുന്നു? പാട്ടം, വേതനം, പലിശ, ലാഭം അല്ലേ. അതായത് ഭൂമിയുടെ പ്രതിഫലം എന്ന് പറയുന്നത് പാട്ടമായിരുന്നു, തൊഴിലിൻ്റെ വേതനമായിരുന്നു, മൂലധനത്തിൻ്റെ പലിശയായിരുന്നു, സംഘാടനത്തിൻ്റെ ലാഭമായിരുന്നു. ഇതൊക്കെ നമ്മൾ ഓൾറെഡി SCRT ചാപ്റ്റർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. കാണാത്തിട്ടുണ്ടെങ്കിൽ പോയി ക്ലാസ്സുകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ എന്നിവയുടെ
പണമൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതിയാണ് വരുമാന രീതി എന്ന് പറയുന്നത്, അതായത് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്, ഉൽപ്പന്ന രീതി എന്ന് വെച്ചാൽ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളെ അടിസ്ഥാനമാക്കി വരുമാനം കണക്കാക്കുന്നു. വരുമാന രീതി എന്ന് വെച്ചാൽ എന്താണെന്ന് പറഞ്ഞു, ഉൽപ്പാദന ഘടകങ്ങളായിട്ടുള്ള ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവരുടെ പ്രതിഫലമായിട്ടുള്ള പാട്ടം, അതുപോലെ തന്നെ വേതനം, പലിശ, ലാഭം എന്നിവയെ അടിസ്ഥാനമാക്കിയിട്ട് വരുമാനം കണക്കാക്കുന്നു. അതായത് ദേശീയ വരുമാനം R+W+I+P, അതായത് നമ്മൾ പറഞ്ഞ പ്രതിഫലമുണ്ടല്ലോ, അതായത് പാട്ടം, വേതനം, പലിശ, ലാഭം എന്നിവയും മൊത്തം കൂടെ കൂട്ടിയിട്ടാണ് കണക്കാക്കുന്നത്. രാജ്യത്തിൻ്റെ ദേശീയ വരുമാനത്തിൽ ഓരോ ഉൽപ്പാദക ഘടകങ്ങൾക്കും ലഭിക്കുന്ന വരുമാനം എത്രത്തോളമാണെന്ന് മനസ്സിലാക്കുവാൻ ഈ രീതി നമ്മെ സഹായിക്കുന്നു. വരുമാന രീതിയിലൂടെ കണക്കാക്കാൻ കഴിയുന്നത് മൊത്ത ദേശീയ വരുമാനമായിരിക്കും. മൊത്തം ദേശീയ വരുമാനം മാത്രമാണ് ഇതിലൂടെ കണക്കാക്കുന്നതിനായിട്ട് പറ്റുള്ളൂ. ഇനി എന്താണ് ചെലവ് രീതി എന്ന് വെച്ചാൽ, ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തെ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കായിട്ട് വിനിയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ ചെലവിൻ്റെ അടിസ്ഥാനത്തിൽ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനെയാണ് ചെലവ് രീതി എന്ന് പറയുന്നത്. അതായത് ചിലവെന്ന് വെച്ചാൽ എന്താണ് പറയുന്നത്, ഓരോ സാധനങ്ങളും സേവനങ്ങളുടെ ഒക്കെ ചിലവിനെ അടിസ്ഥാനമാക്കിയിട്ട് കണക്കാക്കുന്നതിനാണ് എന്ന് പറയുന്നത് ചിലവ് രീതി എന്ന് പറയുന്നത്. ഓരോന്നിനും വേണ്ടിയിട്ട് സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഒക്കെ നമ്മൾ ചിലവ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അത് വെച്ച് കണക്കാക്കുകയാണ് ചെയ്യുന്നത്. സാമ്പത്തിക ശാസ്ത്രത്തിൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചിലവിനൊപ്പം നിക്ഷേപവും ചിലവായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ എന്താ പറയുന്നത്, സാമ്പത്തിക ശാസ്ത്രം എക്കണോമിക്സ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലവ് മാത്രമല്ല നിക്ഷേപവും എന്താണ് ചിലവുമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഉപഭോഗ ചിലവ്, നിക്ഷേപ ചിലവ് എന്നിവയോടൊപ്പം എന്തുകൂടെ കൂടും, സർക്കാർ ചിലവ്, അറ്റകയറ്റുമതി മൂല്യവും കൂടി ചേർന്നതാണ് രാജ്യത്തിൻ്റെ ആകെ ചിലവ് എന്ന് പറയുന്നത്. അതായത് എന്താ പറയുന്നത്, ഉപഭോഗ ചിലവും നിക്ഷേപ ചിലവും ഒക്കെ ഓൾറെഡി നമ്മൾക്ക് ഉണ്ടാവുന്ന ചിലവാണല്ലേ. അതല്ലാണ്ട് സർക്കാരിൻ്റെ ചിലവും അറ്റകയറ്റുമതി മൂല്യം എന്ന് വെച്ചാൽ നെറ്റ് എക്സ്പോർട്ട് വാല്യൂ ഉണ്ടാവും, അതൊക്കെ കൂടി ചേർന്നിട്ടാണ് രാജ്യത്തിൻ്റെ ആകെ ചിലവ് കണക്കാക്കുന്നത്. അപ്പോൾ അതാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഇത്തരത്തിലൂടെ ചിലവ് രീതിയിലൂടെ കണക്കാക്കുമ്പോൾ രാജ്യത്തിൻ്റെ മൊത്ത ദേശീയ ചിലവ് എത്രയാണെന്ന് കിട്ടും അല്ലേ. ഇങ്ങനെയൊക്കെ ചിലവ് കണക്കുകൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രാജ്യത്തിന് എത്രത്തോളം ചിലവ് വരുന്നുണ്ടെന്ന് നമുക്ക് ഇതിൽ കൂടെ മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി എന്താണ് സർക്കാർ ചിലവ് എന്നാണ് പറയുന്നത്. എന്താണ് സർക്കാർ ചിലവ് എന്ന് പറയുന്നത്? സർക്കാരിൻ്റെ ചിലവ് എന്ന് പറയുന്നത് എന്താണ്, ജനക്ഷേമം ലക്ഷ്യമാക്കി സർക്കാർ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ആവശ്യമായി വരുന്ന ചിലവിനെയാണ് സർക്കാർ ചിലവ് അഥവാ പൊതു ചിലവ് എന്ന് പറയുന്നത്. ജനക്ഷേമം ലക്ഷ്യമാക്കിയിട്ട് സർക്കാർ കുറേ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്ക് ചിലവ് വരല്ലോ, ഈ ചിലവിനെയാണ് എന്തെന്ന് പറയുന്നത്, സർക്കാർ ചിലവ് അല്ലെങ്കിൽ പൊതു ചിലവ് എന്ന് പറയുന്നത്. സർക്കാർ ചിലവുകളെ വികസന ചിലവുകളെന്നും വികസനേതര ചിലവുകളെന്നും തരംതിരിക്കാനായിട്ട് പറ്റും. സർക്കാർ ചിലവുകളെ എന്തെന്നൊക്കെ തരംതിരിക്കാം, വികസന ചെലവുകളെന്നും വികസനേതര ചെലവുകളെന്നും തരംതിരിക്കാനായിട്ട് പറ്റും. ഈ നേരത്തെ പറഞ്ഞല്ലോ ഉപഭോഗ ചെലവുണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഉപഭോഗ ചെലവ് എന്ന് വെച്ചാൽ എന്താണ് ഉപഭോഗ ചെലവ്? ഉപഭോക്താക്കൾ ഉപഭോഗത്തിനായിട്ട് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ചിലവാക്കുന്ന മൊത്തം തുകയാണ് ഉപഭോഗ ചെലവ് എന്ന് പറയുന്നത്. ഉപഭോക്താക്കൾ ഉപഭോഗത്തിനായിട്ട് സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ചിലവാക്കുന്ന മൊത്തം തുകയാണ് ഉപഭോഗ ചെലവ് എന്ന് പറയുന്നത്. ഇനി നിക്ഷേപ ചെലവ് എന്ന് വെച്ചാൽ എന്താണ്, മൂലധന ഉൽപ്പന്നങ്ങളുടെ മേൽ വ്യവസായ യൂണിറ്റുകളോ വ്യക്തികളോ സ്ഥാപനങ്ങളോ ചിലവാക്കുന്ന മൊത്തം ചിലവിനെയാണ് നിക്ഷേപ ചെലവ് എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും ഉൽപ്പന്നങ്ങളുടെ മേൽ എന്തെങ്കിലും വ്യവസായ യൂണിറ്റുകളോ അല്ലെങ്കിൽ വ്യക്തിയോ സ്ഥാപനം എങ്ങനെയൊക്കെ മൊത്തം നിക്ഷേപിക്കൽ ചെയ്യുന്നത്, അങ്ങനെ മൊത്തം ചിലവാക്കുന്ന ചിലവിനെയാണ് നിക്ഷേപ ചെലവ് എന്ന് പറയുന്നത്. ഭൂമിക്ക് വേണ്ടിയുള്ള ചിലവ്, യന്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവ് എന്നിവയൊക്കെ ഇതിന് ഉദാഹരണങ്ങളാണ്. ഭൂമിക്ക് വേണ്ടിയുള്ള ചിലവെന്ന് പറയുന്നതും യന്ത്രങ്ങൾക്ക് വേണ്ടിയുള്ള ചിലവ് എന്നൊക്കെ പറയുന്നത് എന്താണ്, നിക്ഷേപ ചെലവിന് ഉദാഹരണമാണ് അല്ലേ. നമ്മളവിടെ നിക്ഷേപിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്താണ് അറ്റകയറ്റുമതികൾ എന്ന് പറയുന്നത്? രാജ്യത്തിൻ്റെ കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് അറ്റകയറ്റുമതി എന്നറിയപ്പെടുന്നത്. രാജ്യത്തിൻ്റെ കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് അറ്റകയറ്റുമതി എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഈ ടേമുകളൊക്കെ ക്ലിയർ ആയല്ലോ. സർക്കാർ ചിലവെന്ന് വെച്ചാൽ എന്താണ്, സർക്കാരിൻ്റെ ചിലവുകളാണ്. ഉപഭോഗ ചിലവെന്ന് വെച്ചാൽ സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് വേണ്ടിയുള്ള ചിലവ്. നിക്ഷേപ ചിലവെന്ന് വെച്ചാൽ ഭൂമിക്ക് വേണ്ടിയിട്ടും അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഉൽപ്പന്നങ്ങളുടെ മേൽ ചിലവാക്കുന്ന ചിലവ്. അറ്റകയറ്റുമതികൾ രാജ്യത്തിൻ്റെ കയറ്റുമതി മൂല്യവും ഇറക്കുമതി മൂല്യവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് അറ്റകയറ്റുമതികൾ എന്ന് പറയുന്നത്. ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള 3 രീതികൾ നാം പരിചയപ്പെട്ടു കഴിഞ്ഞു. ഉൽപ്പന്ന രീതിയിലൂടെ രാജ്യത്തെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വിവിധ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യവും. വരുമാന രീതിയിലൂടെ മൊത്ത ദേശീയ വരുമാനവും ചെലവ് രീതി പ്രകാരം മൊത്തം ദേശീയ ചെലവും ലഭിക്കുന്നു. വരുമാന രീതിയിലൂടെ മൊത്തം ദേശീയ വരുമാനം ലഭിക്കും.
വരുമാന രീതിയിലൂടെ മൊത്തം ദേശീയ വരുമാനം ലഭിക്കും. ചെലവ് രീതി പ്രകാരം മൊത്തം ദേശീയ ചെലവ് ലഭിക്കും. വരുമാനം ലഭിച്ചോ, ദേശീയ വരുമാനം ലഭിച്ചോ, ദേശീയ ചെലവും ലഭിച്ചോ. ഈ 3 രീതികളിലൂടെയും ദേശീയ വരുമാനം കണക്കാക്കിയാൽ ഒരേ ഫലമാണ് ലഭ്യമാവുക. അതായത് ദേശീയ വരുമാനം മൊത്തം ഉൽപ്പന്നത്തിൻ്റെയും മൊത്ത വരുമാനത്തിൻ്റെയും മൊത്ത ചെലവിൻ്റെയും അടിസ്ഥാനത്തിൽ കണക്കാക്കിയാൽ ഫലം ഒന്ന് തന്നെയായിരിക്കും. ദേശീയ വരുമാനം എന്ന് പറയുന്നത് മൊത്തം ഉൽപ്പന്നത്തിൻ്റെയും നോക്കാം, മൊത്ത വരുമാനത്തിൻ്റെ നോക്കാം, മൊത്തം ചെലവിൻ്റെ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും എന്ത് തന്നെയായിരിക്കും, ഒരേ വാല്യൂ തന്നെയായിരിക്കും കിട്ടുക. അപ്പോൾ ഇത് ഓരോ ഉൽപ്പന്നങ്ങളും എങ്ങനെയാണ് ദേശീയ വരുമാനം കണക്കാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓരോ ഉൽപ്പന്നങ്ങൾ വഴിയും അതുപോലെ തന്നെ പല രീതികൾ വഴി ദേശീയ വരുമാനം കണക്കാക്കുന്നുണ്ട്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നവും മൊത്ത ദേശീയ ഉൽപ്പന്നവും എന്ന് വെച്ചാൽ എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആൻഡ് ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്, അതായത് GDP അല്ലെങ്കിൽ GNP എന്ന് വെച്ചാൽ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി കണക്കാക്കുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്ക് മനസ്സിലായില്ലേ. ദേശീയ വരുമാനം കണക്കാക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പ്രധാന ആശയങ്ങൾ പരിചയപ്പെടാം. ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം, ആഭ്യന്തരം എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ ഉള്ളിൽ, അതായത് ഒരു സാമ്പത്തിക വർഷത്തിൽ രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം അല്ലെങ്കിൽ GDP എന്ന് പറയുന്നത്. ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ളതും സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളതുമായ ഭൂപ്രദേശത്തെയാണ് ആഭ്യന്തര അതിർത്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ എന്താണ് ആഭ്യന്തര അതിർത്തി എന്ന് പറയുന്നത്? ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിൻ്റെ അധീനതയിലുള്ളതും സാമ്പത്തിക പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുള്ളതുമായ ഭൂപ്രദേശത്തെയാണ് ആഭ്യന്തര അതിർത്തി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭങ്ങളുടെയും ലാഭം തുടങ്ങിയവ അതിൽ ഉൾപ്പെടുന്നില്ല. ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ മാത്രം ഉൾപ്പെടുന്ന ചിലവിനെയാണ് ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. അപ്പം പുറത്ത് ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ലാഭമൊന്നും ഇതിൽ കണക്കാക്കുന്നില്ല. മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനമാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെയും സംരംഭകരുടെയും ലാഭം തുടങ്ങിയൊന്നും ഇതിൽ ഉൾപ്പെടുന്നില്ല. ഉദാഹരണത്തിന് വിദേശ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു ഇന്ത്യൻ കമ്പനിയുടെ സാമ്പത്തിക നേട്ടങ്ങൾ ഇന്ത്യയുടെ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം, അതായത് GDP മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിൽ ഉൾപ്പെടുന്നില്ല. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ഒരു സമ്പദ് വ്യവസ്ഥയുടെ വിവിധ മേഖലകളിൽ നിന്നുള്ള സംഭാവന വിശകലനം ചെയ്യാൻ അനുയോജ്യമായ ഒന്നാണ്. ആഭ്യന്തര ഉൽപ്പന്നത്തോടൊപ്പം ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശങ്ങളിൽ നിന്നും നേടുന്ന വരുമാനം കൂട്ടുകയും അതിൽ നിന്ന് വിദേശികളും വിദേശ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ നിന്നും നേടുന്ന വരുമാനം കുറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം ലഭിക്കുന്നത്. മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് വെച്ചാൽ എന്താണ്? മൊത്ത ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ GNP എന്ന് വെച്ചാൽ ആഭ്യന്തര ഉൽപ്പന്നത്തോടൊപ്പം ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശങ്ങളിൽ നിന്ന് നേടുന്ന വരുമാനം കൂട്ടുകയും, അതായത് മൊത്തം എന്ന് വെച്ചാൽ മൊത്തമാണല്ലോ, അതായത് ആഭ്യന്തരം എന്ന് വെച്ചാൽ അതിർത്തിക്കുള്ളിലുള്ളതായിരുന്നു, മൊത്തം എന്ന് വെച്ചാൽ എന്താണ്? മൊത്തമാണ്. ഉള്ളിലുള്ളതായിരിക്കാം, പുറത്തുള്ളതായിരിക്കാം. അങ്ങനെ ഉള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ വരുമാനം അതൊക്കെ നമ്മൾ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ കൂട്ടുന്നതാണ്. അതും പോരാതെ പുറത്ത് വിദേശികൾ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുമല്ലോ, വിദേശീയർ പുറത്തുനിന്നുള്ള ആൾക്കാരും ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ആ വരുമാനം കൂട്ടും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും, വിദേശത്ത് പോയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ അവരുടെ വരുമാനം സ്ഥാപനങ്ങളുടെ ഒക്കെ ഇത് നോക്കുന്നതിനാണെന്ന് പറയുന്നത് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അതാണ്ട് പറയുന്നത് ആഭ്യന്തര ഉൽപ്പന്നത്തോടൊപ്പം ഇന്ത്യക്കാരും ഇന്ത്യൻ സ്ഥാപനങ്ങളും വിദേശങ്ങളിൽ നിന്ന് നേടുന്ന വരുമാനം കൂട്ടുകയും അതിൽ നിന്നും വിദേശികളും വിദേശ സ്ഥാപനങ്ങളും ഇന്ത്യയിൽ നിന്ന് നേടുന്ന വരുമാനം കുറയ്ക്കുകയും ചെയ്യുമ്പോൾ കുറയ്ക്കുകയെന്ന് വെച്ചാൽ അതായത് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കുറയ്ക്കുക. ഇതിൽ നിന്ന് കുറയ്ക്കുകയാണ്, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന വിദേശികളുണ്ടായിരിക്കില്ല, അപ്പോൾ അവരുടെ വരുമാനത്തിൽ നിന്ന് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിലാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം കിട്ടുന്നത്. അതായത് ഒരു സാമ്പത്തിക വർഷം രാജ്യത്തെ നിവാസികൾ സ്വദേശത്തും വിദേശത്തുമായി ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യത്തെയാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടുള്ള ആൾക്കാരുടെയും അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന ആൾക്കാരുടെയും മൊത്തം മൂല്യം കൂട്ടുമ്പോഴാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം ലഭിക്കുന്നത്. സാമ്പത്തിക വർഷം രാജ്യത്തെ നിവാസികൾ സ്വദേശത്തും വിദേശത്തുമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യത്തെയാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. വിദേശികൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത് മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ. അപ്പോൾ അങ്ങനെ കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാത്രമായി ഇത് ഇവിടുന്ന് അങ്ങോട്ട് പോയ ആൾക്കാർ വർക്ക് ചെയ്ത് ആ ഒരു മൂല്യം കിട്ടുമല്ലോ, ആ ചിലവ് എത്രയെന്നുള്ളത് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഈ മൊത്ത ദേശീയ ഉൽപ്പന്നം കണക്കാക്കുന്നില്ല. എന്നുണ്ടെങ്കിൽ എന്താ പറയാം, ഇന്ത്യക്കാരും ഇന്ത്യക്കാരും അതുപോലെ തന്നെ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടുള്ള ഇന്ത്യക്കാരുണ്ടായിരിക്കുമല്ലോ, അവരുടെയും മൊത്ത രീതിയെയാണ് പറയുന്നത്, മൊത്ത വരുമാനത്തെയാണ് പറയുന്നത് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്.
ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അതിർത്തി എന്ന് വെച്ചാൽ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അതിർത്തി എന്ന് വെച്ചാൽ എന്താണ്? വ്യോമാതിർത്തി, ജലാതിർത്തി, മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ, രാജ്യത്തിൻ്റെ പ്രത്യേക അവകാശങ്ങളുള്ള മേഖലകൾ, മത്സ്യബന്ധനം നടത്തുന്നതിനോ കടലിന് അടിത്തട്ടിലുള്ള ഇന്ധനം, ധാതുക്കൾ ഇവ ശേഖരിക്കുന്നതിനോ അവകാശമുള്ള സമുദ്രഭാഗം, കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. എന്നാൽ ഇന്ത്യക്കകത്തുള്ള മറ്റു രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ എന്നിവ നമ്മുടെ സാമ്പത്തിക അതിർത്തിയിൽ ഉൾപ്പെടുന്നില്ല. വ്യോമാതിർത്തി, ജലാതിർത്തി, അതുപോലെ തന്നെ മറ്റൊരു രാജ്യത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യത്തിൻ്റെ എംബസികൾ, ഹൈ കമ്മീഷനുകൾ, രാജ്യത്തിൻ്റെ പ്രത്യേക അവകാശങ്ങളുള്ള മേഖലകൾ, മത്സ്യബന്ധനം നടത്തുന്നതിനോ കടലിന് അടിത്തട്ടിലുള്ള ഇന്ധനം, ധാതുക്കൾ ഇവ ശേഖരിക്കുന്നതിന് അവകാശമുള്ള സമുദ്രഭാഗങ്ങൾ, കസ്റ്റംസ് നിയന്ത്രണത്തിന് കീഴിലുള്ള ഓഫ്ഷോർ സംരംഭങ്ങൾ നടത്തുന്ന ഫ്രീ സോണുകൾ. ഇവയൊക്കെയാണ് എന്തിൽ വരുന്നത്? സാമ്പത്തിക അതിർത്തിയിൽ, രാജ്യത്തിൻ്റെ സാമ്പത്തിക അതിർത്തിയിൽ വരുന്നത്. എന്നാൽ ഇന്ത്യക്കകത്തുള്ള മറ്റ് രാജ്യത്തിൻ്റെ എംബസികളും ഹൈ കമ്മീഷനുകളൊന്നും ഇതിൽ ഉൾപ്പെടുന്നില്ല. ഇനി എന്താണ് അറ്റ ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ NNP എന്ന് പറയുന്നത്? അപ്പോൾ ഗ്രോസ് പ്രൊഡക്റ്റ്, ആഭ്യന്തര ദേശീയ ഉൽപ്പന്നം, മൊത്ത ദേശീയ ഉൽപ്പന്നം പറഞ്ഞു അല്ലേ. ആഭ്യന്തര ഉൽപ്പന്നം എന്ന് വെച്ചാൽ ആഭ്യന്തരം അതിർത്തിക്കുള്ളിൽ മാത്രം വർക്ക് ആൾക്കാരുടെയും മൊത്തം സേവനങ്ങളുടെ ആകെ പണമൂല്യത്തെയാണ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഇനി മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് വെച്ചാൽ ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ടുള്ള ആൾക്കാരുടെയും അതുപോലെ തന്നെ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെയും വിദേശികളെ കൂട്ടില്ല, അങ്ങനെ മൊത്തം കൂടെ കൂട്ടുന്നതിനെയാണ് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. ഇനി അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് വെച്ചാൽ അല്ലെങ്കിൽ NNP, നെറ്റ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഒരു വാഹനമോ യന്ത്രമോ വാങ്ങി ഉപയോഗിക്കുമ്പോൾ വർഷം കഴിയും തോറും അതിൻ്റെ പ്രവർത്തനക്ഷമത കുറഞ്ഞു വരും. അതായത് ഏതൊരു വസ്തുവും ഉപയോഗിക്കും തോറും ആ വസ്തുവിന് പഴക്കവും തേയ്മാനവും സംഭവിക്കും. ഇത്തരം തേയ്മാനം പരിഹരിക്കാൻ ആവശ്യമായ ചിലവിനെയാണ് തേയ്മാന ചെലവ് എന്ന് പറയുന്നത്. ഒരു വാഹനമോ യന്ത്രമൊക്കെ വാങ്ങിക്കഴിയുകയാണെന്നുണ്ടെങ്കിൽ അതിന് കേടുവരും. അപ്പോൾ ആ കേട് വന്നാൽ തേയ്മാനം സംഭവിക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന ചിലവിനെയാണ് തേയ്മാന ചെലവ് എന്ന് പറയുന്നത്. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ തേയ്മാന ചെലവുകൾ പരിഗണിക്കപ്പെടാറുണ്ട്. മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചെലവ് കുറയ്ക്കുമ്പോൾ ലഭ്യമാകുന്നതിനെയാണ് അറ്റ ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത്. അപ്പോൾ മൊത്ത ദേശീയ ഉൽപ്പന്നം എന്താണെന്ന് പറഞ്ഞു. ഈ മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും എന്ത് ചെയ്യാണ്? മൊത്ത ദേശീയ ഉൽപ്പന്നത്തിൽ നിന്നും തേയ്മാന ചെലവ് കുറയ്ക്കുകയാണ്. തേയ്മാന ചെലവ് കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിലാണ് അറ്റ ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ NNP ലഭിക്കുന്നത്. നെക്സ്റ്റ് എന്നാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്? പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്നതിന് നാം ഉപയോഗിക്കുന്ന മറ്റൊരു അളവുകോലാണ് അല്ലേ പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് ടേമുകൾ പഠിച്ചു വെച്ചാൽ മാത്രമാണ് നമുക്ക് ഓരോന്നിനും ഇക്വേഷൻസ് എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. അത് കാരണമാണ് NNP എന്താണ്, GDP എന്താണ്, GNP എന്ന് പറയുന്നതൊക്കെ എന്നാണ് പഠിക്കുന്നത്. അപ്പോൾ പ്രതിശീർഷ വരുമാനം അറിയാവുന്നതാണ് അല്ലേ. ഒരു സമ്പദ് വ്യവസ്ഥയുടെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കുന്നതിനായിട്ട് നാം ഉപയോഗിക്കുന്ന മറ്റൊരു അളവുകോലാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. പ്രതിശീർഷ വരുമാനം ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ദേശീയ വരുമാനത്തെ രാജ്യത്തിൻ്റെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതിനെയാണ് പ്രതിശീർഷ വരുമാനം എന്ന് പറയുന്നത്. നോക്കിയേ, ദേശീയ വരുമാനത്തെ എന്ത് ചെയ്തു? ആകെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചു അല്ലേ. ദേശീയ വരുമാനത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോഴാണ് പ്രതിശീർഷ വരുമാനം ലഭിക്കുന്നത്. ഈ ദേശീയ വരുമാനം കണക്കാക്കുന്നതിലെ പരിമിതികൾ എന്തൊക്കെയാണ് ഈ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ അതിലുണ്ടാകുന്ന പരിമിതികൾ എന്ന് പറയുന്നത്? ദേശീയ വരുമാനം കണക്കാക്കുന്നത് പ്രധാനമായും രാജ്യത്തെ സാമ്പത്തിക സ്ഥിതി മനസ്സിലാക്കാനാണെങ്കിലും ഈ ശ്രമകരമായ പ്രവർത്തനത്തിന് ഒട്ടേറെ പ്രായോഗിക പ്രയാസങ്ങളും പരിമിതികളും ഉണ്ട്. ഇവ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. കൃത്യമായ സ്ഥിതിവിവര കണക്കുകളുടെ അഭാവം അല്ലേ. കറക്റ്റ് എല്ലാവരും കണക്കുകൾ കറക്റ്റ് വരുമാനം പറഞ്ഞുകൊള്ളണമെന്നില്ല. അതുപോലെ തന്നെ സാധന സേവനങ്ങളുടെ പണമൂല്യം ഒന്നിൽ കൂടുതൽ ഉൽപ്പാദന ഘട്ടങ്ങളിൽ രേഖപ്പെടുത്തുവാനുള്ള സാധ്യത അല്ലേ. സാധന സേവനങ്ങളുടെ പണമൂല്യം ഇപ്പോൾ വേറെ എന്തെങ്കിലും ഘട്ടങ്ങൾ വരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൽ കൂട്ടിയിട്ട് വരാം. അപ്പോൾ ചിലപ്പോൾ അത് കൂടുതലായിട്ട് വരും അല്ലേ. അതുപോലെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളും സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ ഉൾപ്പെടുന്നില്ല. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും സേവനങ്ങളാണെന്നുണ്ടെങ്കിലും സ്വന്തം ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഈ ചിലവിലൊന്നും ഉൾപ്പെടുന്നില്ല. അതുപോലെ തന്നെ വിപണിയിൽ വില നിശ്ചയിക്കപ്പെടാത്ത സാധനങ്ങളും സേവനങ്ങളും സാധാരണയായിട്ട് ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നില്ല. വില ഇല്ലാന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നില്ല. ആ സാധനങ്ങളും സേവനങ്ങളൊന്നും ദേശീയ വരുമാനത്തിൽ ഉൾപ്പെടുന്നില്ല. ഗാർഹിക ജോലി ഒന്നും സംഭവിക്കുന്നില്ല, ദേശീയ വരുമാനത്തിൽ കണക്കാക്കപ്പെടുന്നില്ല. ഇത്തരം പരിമിതികളുണ്ടെങ്കിലും ഇവ പരമാവധി പരിഹരിച്ചുകൊണ്ട് ദേശീയ വരുമാനം കൃത്യമായി കണക്കാക്കുവാൻ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ശ്രമിച്ചു വരുന്നു. ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ സമ്പദ്ഘടനയിലെ വിവിധ മേഖലകളിലെ വരുമാനം രാജ്യത്തിൻ്റെ ആകെ വരുമാനത്തെ നിർണ്ണയിക്കുന്നതിനാൽ ഓരോ മേഖലകളെയും നാം ശക്തമാക്കേണ്ടതുണ്ട്. നമുക്കറിയാലേ പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളെ സംഭാവനകളൊക്കെ നോക്കണം. ദേശീയ വരുമാനത്തിലേക്കുള്ള പ്രാഥമിക ദ്വിതീയ തൃതീയ മേഖലകളുടെ സംഭാവന നാം മേഖല തിരിച്ച് വിലയിരുത്തേണ്ടതുണ്ട്.
ഓരോ മേഖലയുടെയും ദേശീയ വരുമാനത്തിലേക്കുള്ള സംഭാവന ആ മേഖലയുടെ പ്രവർത്തന നിലവാരത്തെക്കുറിച്ച് മാത്രമല്ല മറ്റ് മേഖലകളുമായിട്ടുള്ള പരസ്പര ആശ്രയത്തെക്കുറിച്ച് സൂചന നൽകുന്നു. അല്ലേ, നമുക്ക് ഒരെണ്ണം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കൂടി കണക്റ്റഡ് ആയ കാരണം ഒരെണ്ണത്തിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ബാക്കി മേഖലകളിൽ എങ്ങനെയായിരിക്കാം എന്നുള്ളത് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇന്ത്യയുടെ ദേശീയ വരുമാനത്തിൽ വിവിധ മേഖലകളുടെ സംഭാവന എങ്ങനെയാണ്, വിവിധ മേഖലകൾ എങ്ങനെയാണ് സംഭാവന നൽകുന്നത് നോക്കാം. 2015 ജനുവരി മുതൽ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസ് ഇന്ത്യൻ സമ്പദ്ഘടനയുടെ വിവിധ മേഖലകളുടെ സംഭാവന കൃത്യമായി കണക്കാക്കുന്നതിന് മൊത്ത വർദ്ധിത മൂല്യം അല്ലെങ്കിൽ മൊത്ത സംയോജിത മൂല്യം ഉപയോഗിച്ചു തുടങ്ങി. അതിനു മുമ്പ് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിലായിരുന്നു മേഘാതര സംഭാവനകൾ കണക്കാക്കിയിരുന്നത്. മൊത്ത വർദ്ധിത മൂല്യപ്രകാരം സമ്പദ്ഘടനയിലെ ഓരോ മേഖലയുടെയും സംഭാവന താരതമ്യേന വേഗത്തിലും കൃത്യമായിട്ടും കണക്കാക്കാനായിട്ട് സാധിക്കുന്നു. എങ്ങനെയാണ് മൊത്ത വർദ്ധിത മൂല്യം അല്ലെങ്കിൽ മൊത്ത സംയോജിത മൂല്യം ചെയ്തു തുടങ്ങിയപ്പോൾ കൂടുതലും കറക്റ്റായിട്ട് കാര്യങ്ങൾ കൃത്യമായിട്ട് കണക്കാക്കാനായിട്ട് പറ്റിയില്ലേ. ഇനി എന്താണ് മൊത്ത വർദ്ധിത മൂല്യം അല്ലെങ്കിൽ മൊത്ത സംയോജിത മൂല്യം എന്ന് പറയുന്നത്? എന്താണ് മൊത്ത വർദ്ധിത മൂല്യം എന്നത് സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യമാണ് കേട്ടോ. ആകെ മൂല്യത്തെയാണ് മൊത്ത വർദ്ധിത മൂല്യം എന്ന് പറയുന്നത് അല്ലേ. സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ മൂല്യത്തെയാണ് മൊത്ത വർദ്ധിത മൂല്യം എന്ന് പറയുന്നത്. ദേശീയ കണക്കിൽ മൊത്ത ഉൽപ്പന്നത്തിൻ്റെ മൂല്യത്തിൽ നിന്നും ഇടനില ഉപഭോഗ മൂല്യം കുറച്ചാണ് മൊത്ത വർദ്ധിത മൂല്യം കണക്കാക്കുന്നത്. അപ്പോൾ മൊത്ത വർദ്ധിത മൂല്യം എന്ന് വെച്ചാൽ എന്താണ് ഇക്വേഷൻ പറയുന്നത്? മൊത്ത ഉൽപ്പന്ന മൂല്യത്തിൽ നിന്നും ഇടനില ഉപഭോഗ മൂല്യം കുറയ്ക്കുന്നത് അല്ലേ. ഇടനില ഉപഭോഗ മൂല്യം എന്ന് വെച്ചാൽ എന്താണ്? ഒരു സാധനമോ സേവനമോ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ച അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗത്തെയാണ് ഇടനില ഉപഭോഗം എന്ന് പറയുന്നത്. ഒരു സാധനമോ സേവനമോ ഉൽപ്പാദിപ്പിക്കാൻ ഉപയോഗിച്ച നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഇടനില എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ അസംസ്കൃത വസ്തുക്കളുടെ ഉപഭോഗത്തെയാണ് ഇടനില ഉപഭോഗം എന്ന് പറയുന്നത്. ഈ ഇടനില ഉപഭോഗ മൂല്യത്തിൽ നിന്ന് മൊത്ത ഉൽപ്പന്ന മൂല്യം കുറയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ മൊത്ത വർദ്ധിത മൂല്യം ലഭിക്കും. ഇനി ഇത് കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന മൂല്യം മാത്രമേ കണക്കാക്കുന്നുള്ളൂ. ഉൽപ്പന്നത്തിന് മേൽ നികുതികളോ സബ്സിഡികളോ ഒന്നും പരിഗണിക്കുന്നില്ല. എന്നാൽ GDP കണക്കാക്കുമ്പോൾ ഉൽപ്പന്ന നികുതിയും ഉൽപ്പന്നത്തിന് മേലുള്ള സബ്സിഡിയും തമ്മിലുള്ള വ്യത്യാസം മൊത്ത വർദ്ധിത മൂല്യത്തോടൊപ്പം കൂട്ടിച്ചേർക്കപ്പെടുന്നുണ്ട്. അതായത് മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം കണക്കാക്കുമ്പോൾ എന്താണ് പറയുന്നത്? മൊത്ത വർദ്ധിത മൂല്യം നമ്മൾ പറഞ്ഞില്ലേ, മൊത്ത വർദ്ധിത മൂല്യത്തിനോടൊപ്പം ഉൽപ്പന്ന നികുതിയും ഉൽപ്പന്ന സബ്സിഡി ഉണ്ടായിരിക്കുമല്ലോ, അത് രണ്ടും കൂടി മൈനസ് ചെയ്തിട്ട് ഈ മൊത്ത വർദ്ധിത മൂല്യത്തിനോടൊപ്പം കൂട്ടുന്നുണ്ട്. ഈ കേസിനൊക്കെ അങ്ങനെ പഠിക്കേണ്ടതുണ്ടോ. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് വെച്ചാൽ എന്താണ്? ഉൽപ്പന്ന നികുതിയും ഉൽപ്പന്ന സബ്സിഡി ഉണ്ടല്ലോ, ഉൽപ്പന്ന നികുതിയിൽ നിന്നും ഉൽപ്പന്ന സബ്സിഡി ഉണ്ടല്ലോ, ഈ സബ്സിഡി കുറയ്ക്കും, ഒരു വാല്യൂ കിട്ടും. ആ വാല്യൂവിനെ മൊത്തം വർദ്ധിത മൂല്യത്തിനോടൊപ്പം കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം ലഭിക്കുന്നതാണ് പറയുന്നത്. എന്താണ് നികുതിയും സബ്സിഡിയും എന്ന് വെച്ചാൽ എന്താണ്? ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താല്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായിട്ട് ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായിട്ട് നൽകേണ്ട പണമാണ് നികുതി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ക്ഷേമ പ്രവർത്തനങ്ങളും വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നതിന് വേണ്ടി സർക്കാർ ചിലവാക്കുന്ന ഒരു തുകയുണ്ടല്ലോ, അത് ശരിക്കും എന്താണ്? നമ്മൾ കൊടുക്കുന്നതിലെ നമ്മൾ ചെറിയൊരു വിഹിതം കൊടുക്കുന്നുണ്ട് സർക്കാരിന്, അതിനെയാണ് നികുതി എന്ന് പറയുന്നത്. സാമൂഹിക സാമ്പത്തിക നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ മേൽ ഗവൺമെൻറ് നൽകുന്ന സാമ്പത്തിക പിന്തുണ അല്ലെങ്കിൽ ആനുകൂല്യത്തെയാണ് സബ്സിഡി എന്ന് പറയുന്നത് അല്ലേ. സാധനങ്ങളോ സേവനങ്ങളോ ഒക്കെ ഉണ്ടായിരിക്കാം, ആ വ്യക്തികൾക്ക് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾക്കോ അല്ലെങ്കിൽ സാധനങ്ങൾക്കോ സേവനങ്ങൾക്കോ ഈ സർക്കാർ ഒരു ചെറിയൊരു ആനുകൂല്യം നൽകുന്നുണ്ട്, അതിനെയാണ് സബ്സിഡി എന്ന് പറയുന്നത്. ഈ ഒരു വിഹിതം നൽകിയിട്ടുണ്ട് അല്ലേ. 2022-23 വരെ 1982 മുതൽ 83 വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണില്ലേ, സേവന മേഖല എന്ന് പറയുന്നത് കൂടി വരികയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ്? കാർഷിക മേഖല എന്ന് പറയുന്നത് എന്താണ്? പ്രാഥമിക മേഖല കുറഞ്ഞു വരാണ് അല്ലേ, ഓരോ വർഷം കുറയും തോറും കുറഞ്ഞു വരാണ്. വ്യവസായ മേഖലയും കുറച്ച് ഒന്ന് കൂടിയും കുറഞ്ഞൊക്കെ നിൽക്കുന്ന മേഖലയാണ് വ്യവസായ മേഖല എന്ന് പറയുന്നത്. ഇത് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഏത് കൂടിയിട്ടുള്ളത് തൃതീയ മേഖലയാണ്. ഇനി സംസ്ഥാനത്തിന് മൊത്ത വർദ്ധിത മൂല്യം അല്ലെങ്കിൽ മൊത്ത സംയോജിത മൂല്യം എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്താണ് സംസ്ഥാനത്തിൻ്റെ എന്ന് പറയുന്നത്? എന്താണ്? ഓക്കെ, നൽകിയിട്ടുണ്ട് അല്ലേ, ഗ്രാഫ് നൽകിയിട്ടുണ്ട്. അതിൽ നോക്കി സംസ്ഥാനത്തിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാർഷിക മേഖല എന്ന് പറയുന്നതും കുറഞ്ഞു വരാണ് ചെയ്യുന്നത്. സേവന മേഖല എന്താണ് ചെയ്യുന്നത്? സേവന മേഖല എന്ന് പറയുന്നത് എന്താണ് ചെയ്തത്? ഏകദേശം കൂടിയും കുറഞ്ഞ് നിൽക്കുകയാണ്. അതുപോലെ തന്നെ വ്യവസായ മേഖല എന്ന് പറയുന്നതും കൂടിയും കുറഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുന്നത്. കാർഷിക മേഖലയാണല്ലേ ഒന്ന് കൂടിയിട്ട് ഒന്ന് കുറയും അങ്ങനെയൊക്കെ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ 3 മേഖലകളിലും അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക അല്ലേ. ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും മൊത്ത വർദ്ധിത മൂല്യത്തിൽ തൃതീയ മേഖലയുടെ സംഭാവന മറ്റ് മേഖലകളെ അപേക്ഷിച്ച് കൂടുതലാണ്. നമുക്ക് മനസ്സിലാക്കില്ലേ, തൃതീയ മേഖല കൂടി തന്നെയാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എന്താ ഇതിനുള്ള കാരണം എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞില്ലേ, തൃതീയ മേഖല എന്ന് വെച്ചാൽ സേവന മേഖലയാണ്. ആരോഗ്യ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും
പുരോഗതി ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, രാജ്യത്തിൻ്റെ വ്യാപാര വാണിജ്യ മേഖലകളെ മുന്നോട്ട് നയിക്കുന്ന ബാങ്കിംഗ്, ഇൻഷുറൻസ് സംവിധാനങ്ങളുടെ വളർച്ച, ഗതാഗത വാർത്താവിനിമയ മേഖലകളുടെ വളർച്ച, വിനോദസഞ്ചാര മേഖലയുടെ വളർച്ച, അറിവധിഷ്ഠിത വ്യവസായങ്ങളുടെ വളർച്ച എന്നിവയൊക്കെ എന്താണ് തൃതീയ മേഖലയിലെ സംഭാവനകൾ കൂടുന്നതിന് കാരണമാണ്. ആരോഗ്യ മേഖലയുടെയും വിദ്യാഭ്യാസ മേഖലയുടെയും പുരോഗതി ഉറപ്പാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ, രാജ്യത്തിൻ്റെ വ്യാപാര വാണിജ്യ മേഖലകളെ മുന്നോട്ട് നയിക്കുന്ന ബാങ്കിംഗ്, ഇൻഷുറൻസ് സംവിധാനങ്ങളുടെ വളർച്ച, ഗതാഗത വാർത്താവിനിമയ മേഖലകളുടെയും വിനോദസഞ്ചാര മേഖല, അറിവധിഷ്ഠിത വ്യവസായങ്ങളുടെയൊക്കെ വളർച്ചയാണ്. ഇവയെല്ലാം വിഹിതത്തിലേക്കുള്ള തൃതീയ മേഖലകളുടെ സംഭാവന വർദ്ധിച്ചു വരുന്നതിന് കാരണമാകുന്നു. ഇനി എന്താണ് അറിവധിഷ്ഠിത മേഖല എന്ന് വെച്ചാൽ എന്താണ്? സയൻറ്റിഫിക് ആയിട്ടുള്ള ഭാഗമാണ് അല്ലേ. സയൻറ്റിഫിക് എന്ന് പറയുന്നത് അറിവ് കൂടാണെന്ന് പറയാം അല്ലേ. ആൾക്കാർക്ക് അറിവ് കൂടാണ് ചെയ്യേണ്ട, അതിനാണ് അറിവധിഷ്ഠിത മേഖല എന്ന് പറയുന്നത്. ഉൽപ്പാദന പ്രക്രിയയിൽ ഉപയോഗപ്രദമാകുന്ന ചില വ്യക്തിഗത പ്രത്യേകതകളെയാണ് മനുഷ്യ മൂലധനം എന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. വ്യക്തിയുടെ കാര്യമാണല്ലോ ഈ മനുഷ്യ മൂലധനം എന്നൊക്കെ പറയുന്നത്, അതാണ് അറിവ് എന്ന് പറയുന്നത്. ഇവയിൽ മനുഷ്യവിഭവത്തിൻ്റെ അറിവ്, കഴിവുകൾ, ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവ ഉൾക്കൊള്ളുന്നുണ്ട്. അപ്പോൾ അറിവധിഷ്ഠിതയിൽ എന്തിലൊക്കെ വരുന്നുണ്ട്? അറിവ് മാത്രമല്ല കഴിവും അതുപോലെ തന്നെ ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയൊക്കെ വരുന്നുണ്ട്. സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിനായിട്ട് അറിവും സാങ്കേതിക വിദ്യയും ഫലപ്രദമായി പ്രയോഗിക്കുന്ന മേഖലയെയാണ് അറിവധിഷ്ഠിത മേഖല എന്ന് പറയുന്നത്. അറിവും വേണം, സാങ്കേതിക വിദ്യയും വേണം. അറിവും സാങ്കേതിക വിദ്യയും കൂടി വരുന്നതിനാണ് അറിവധിഷ്ഠിത മേഖല എന്ന് പറയുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയും വിവരവിനിമയ സാധ്യതകളും ഇന്ന് അറിവ് സമ്പദ്ക്രമം എന്ന തലത്തിലേക്ക് വളർന്ന് വികസിച്ചിട്ടുണ്ട്. തൃതീയ മേഖലയുടെ ഭാഗമായി അറിവടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങളുടെ വളർച്ച ഇന്ന് വലിയ തോതിൽ നടക്കുന്നുണ്ട്. ആഗോളതലത്തിൽ സോഫ്റ്റ്വെയർ സേവനം ലഭ്യമാക്കുന്ന തരത്തിൽ ഇന്ത്യയുടെ വിവരവിനിമയ സാങ്കേതിക വിദ്യ വികാസം പ്രാപിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ജനസംഖ്യയിൽ 65% 35 വയസ്സിൽ താഴെ വരുന്ന ജനസമൂഹത്തിന് മുന്നിൽ ഇതൊരു വലിയൊരു അവസരമാണ് അല്ലേ. ഈ പശ്ചാത്തലത്തിൽ വിജ്ഞാന വിസ്ഫോടനത്തിൻ്റെ ഫലമായി സാമ്പത്തികമായി മുന്നേറുവാനും അതുവഴി ജനക്ഷേമം വർദ്ധിപ്പിക്കുവാനും ഇന്ത്യക്ക് കഴിയും. അറിവധിഷ്ഠിത മേഖലകളുടെ വികസനത്തിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ട്. കേരള സർക്കാർ ആരംഭിച്ച് ഏതൊക്കെയാണ്? ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്കൊക്കെ എന്താണ്? അറിവധിഷ്ഠിത മേഖലകളാണ് അല്ലേ. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടാണ് അല്ലേ. അറിവധിഷ്ഠിത മേഖലയെ പരിപോഷിപ്പിക്കുന്നതിന് അനുകൂലമായ സാഹചര്യങ്ങളിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. വിവിധ വിദേശ ഭാഷകൾ അനായാസം കൈകാര്യം ചെയ്യുന്ന ജനസമൂഹം, മെച്ചപ്പെട്ട ശാസ്ത്ര സാങ്കേതിക വളർച്ച, വിപുലമായ സർക്കാർ സഹകരണ സ്വകാര്യ മേഖലകൾ, അനുദിനം വികസിച്ചുകൊണ്ടിരിക്കുന്ന വിപണികൾ തുടങ്ങിയവയെല്ലാം തന്നെ എന്താണ്? അറിവധിഷ്ഠിത മേഖല വികസിപ്പിക്കുന്നതിനും ദേശീയ വരുമാനത്തിൽ തൃതീയ മേഖലയുടെ സംഭാവന പരിപോഷിപ്പിക്കുന്നതിനും കാരണമാകുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? അറിവധിഷ്ഠിത മേഖല എന്ന് പറയുമ്പോൾ വ്യക്തികളുടെ അറിവും സാങ്കേതിക വിദ്യയും കൂടി കൂടാണെന്നുണ്ടെങ്കിലാണ് അറിവധിഷ്ഠിത മേഖല വരുന്നത്. വ്യക്തികളുടെ അറിവ്, കഴിവ്, അതുപോലെ തന്നെ ആരോഗ്യം, വിദ്യാഭ്യാസം എന്നിവയൊക്കെ ഉൾപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ കേരള സർക്കാർ ഇൻഫോ പാർക്കും അതുപോലെ തന്നെ ടെക്നോ പാർക്കൊക്കെ ആക്കിയിട്ടുള്ളതിനൊക്കെ ഉദാഹരണങ്ങളാണ് അല്ലേ. സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ടതിന് ഉദാഹരണങ്ങളാണ്. അതൊക്കെ എന്തിന് കാരണമാകുന്നുണ്ട്? സാമ്പത്തിക വളർച്ച കൈവരിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഇനി വിവിധ മേഖലകളിലെ തൊഴിൽ ഘടന നൽകിയിട്ടുണ്ട് അല്ലേ. നോക്കിയൊക്കെ പ്രാഥമിക മേഖലയിൽ എങ്ങനെയാണ് തൊഴിൽ ഘടന എന്താണ് സംഭവിക്കുന്നത്? കുറഞ്ഞു വരാണല്ലേ ചെയ്യുന്നത്. എന്നാൽ ദ്വിതീയ മേഖലയിൽ കൂടി വരാണ് ചെയ്യുന്നത്. തൃതീയ മേഖലയിൽ എന്താണ് സംഭവിക്കുന്നത്? കൂടി വരാണല്ലേ. തൃതീയ മേഖലയിലും കൂടി തന്നെയാണ് വരുന്നത്. തൊഴിൽ ഘടനയും കൂടി തന്നെയാണ് വരുന്നത്. അതായത് കൃഷി എന്ന് പറയുന്നത് ഒരു തൊഴിലാണ്. അപ്പോൾ കൃഷി ചെയ്യാനുള്ള താല്പര്യം കുറഞ്ഞു വരാണ് ചെയ്യുന്നത്. കൂടുതൽ സേവന മേഖലകളും വ്യവസായമൊക്കെ ആയിട്ടാണ് കൂടി വരുന്നതെന്ന് മനസ്സിലാക്കി. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ മേഖലകൾക്കുള്ള ആപേക്ഷിക പ്രാധാന്യത്തിൽ മാറ്റം വരുന്നതിനായി നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഘടനാപരമായ പരിവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനയിലും അവ ലഭ്യമാക്കുന്ന തൊഴിലവസരങ്ങളിലും ഉണ്ടാകുന്ന മാറ്റമാണ് അല്ലേ ഇതിൽ കാണുന്നത്. ഇനി എന്താണ് സംഘടിത മേഖല അല്ലെങ്കിൽ അസംഘടിത മേഖല എന്ന് പറയുന്നത്? സംഘടിത മേഖല അല്ലെങ്കിൽ അസംഘടിത മേഖല എന്ന് വെച്ചാൽ എന്താണ്? തൊഴിൽ മേഖലയിൽ സംഘടിത മേഖല, അസംഘടിത മേഖല എന്നിങ്ങനെയുള്ള രണ്ട് വിഭാഗങ്ങൾ നിലനിൽക്കുന്നുണ്ട്. കൃത്യമായ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുകയും തൊഴിലാളികൾക്ക് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പു നൽകുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന സംരംഭങ്ങളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന മേഖലയെയാണ് സംഘടിത മേഖല എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് പറഞ്ഞത്? കൃത്യമായ നിയമവ്യവസ്ഥയ്ക്ക് കീഴിൽ പ്രവർത്തിക്കുകയും തൊഴിലാളികൾക്ക് സുരക്ഷിതമായ തൊഴിൽ സാഹചര്യം ഉറപ്പു നൽകുകയും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും ചെയ്യുന്ന സംരംഭങ്ങളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്നതിനെയാണ് സംഘടിത മേഖല എന്ന് പറയുന്നത്. അതായത് നിയമങ്ങളുണ്ട് അല്ലേ. കുറേ കമ്പനി നിയമം, ഫാക്ടറി നിയമം, സൊസൈറ്റീസ് ആക്ട്, കോപ്പറേറ്റീവ് ആക്ട് തുടങ്ങിയൊക്കെ ഏതെങ്കിലും നിയമം അനുസരിച്ച് രജിസ്റ്റർ പ്രവർത്തിക്കുന്ന തൊഴിൽ മേഖലയാണ്. ഏത് നിയമപ്രകാരമാണോ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് ആ നിയമത്തിൽ അനുശാസിക്കുന്ന വ്യവസ്ഥകളെല്ലാം പാലിക്കുവാൻ സംഘടിത മേഖലയിലെ തൊഴിൽ യൂണിറ്റുകൾ ബാധ്യസ്ഥരാണ്. അപ്പം നിയമങ്ങൾ മൂലം പ്രവർത്തിക്കുന്ന കുറേ സ്ഥാപനങ്ങളുണ്ട് അല്ലേ. ആ സ്ഥാപനങ്ങളെയാണ് സംഘടിത മേഖല എന്ന് പറയുന്നത്. അപ്പോൾ നിയമം അനുസരിച്ച് മാത്രമാണ് ആ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും പ്രവർത്തിക്കാനായിട്ട് കഴിയുള്ളൂ. അസംഘടിത മേഖല എന്ന് വെച്ചാൽ എന്താണ്? നിയമവ്യവസ്ഥ
വ്യവസ്ഥയ്ക്ക് കീഴിലല്ലാത്തതോ സ്ഥിരമായ കണക്കുകൾ സൂക്ഷിക്കാത്തതായ സംരംഭങ്ങളും പ്രവർത്തനങ്ങളും ഉൾപ്പെടുന്ന മേഖലയെയാണ് അസംഘടിത മേഖല എന്ന് പറയുന്നത്. അതായത് പ്രത്യേക രജിസ്ട്രേഷനോ നിയമാവലിക്കോ വിധേയമാകാതെ അനൗപചാരികമായിട്ട് സമൂഹത്തിൽ നിലനിൽക്കൊള്ളുന്ന തൊഴിൽ മേഖലയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സംഘടിത മേഖല എന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട തൊഴിൽ മേഖലയാണ്. അസംഘടിത മേഖല എന്ന് വെച്ചാൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടായിരിക്കില്ല. സംഘടിത മേഖലയിൽ സ്ഥിരം തൊഴിൽ ഉണ്ടായിരിക്കാം, അസംഘടിത മേഖലയിൽ സ്ഥിരം തൊഴിൽ ഉണ്ടായിരിക്കില്ല. സംഘടിത മേഖലയിൽ താരതമ്യേന കൂടിയ ശമ്പളമായിരിക്കും, എന്നാൽ അസംഘടിത മേഖലയിൽ താരതമ്യേന കുറഞ്ഞ ശമ്പളമായിരിക്കാം. സംഘടിത മേഖലയിൽ തൊഴിൽ സുരക്ഷിതത്വം ഉണ്ടായിരിക്കും, അസംഘടിത മേഖലയിൽ ഉണ്ടായിരിക്കില്ല അല്ലേ. ഒന്നും ഉണ്ടായിരിക്കില്ല അസംഘടിത മേഖലയിലല്ല, സംഘടിത മേഖലയിൽ ഉണ്ടായിരിക്കാം. അപ്പോൾ അസംഘടിത മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ പറഞ്ഞ ഈ സംഭവങ്ങൾ തന്നെയല്ലേ. സുരക്ഷിതമല്ലാത്ത തൊഴിലിടങ്ങൾ, ദീർഘമായ തൊഴിൽ സമയം, കുറഞ്ഞ വേതനം തുടങ്ങി ധാരാളം പ്രശ്നങ്ങൾ അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് ഇത്തരം തൊഴിലാളികളെ മികച്ച മാനവ വിഭവമാക്കി മാറ്റിയെടുക്കുന്നതിന് തടസ്സമായി നിലനിൽക്കുന്നു. കൂടാതെ ദേശീയ വരുമാനത്തിലേക്കുള്ള സാമ്പത്തിക അസമത്വം രൂപപ്പെടുന്നതിനും കാരണമാകുന്നു. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്നവർ സംഘടിത മേഖലയിൽ തൊഴിലെടുക്കുന്നവരെ അപേക്ഷിച്ച് വിവിധ തരം പിന്നോക്കാവസ്ഥ, അവസരങ്ങളുടെ അഭാവം തുടങ്ങി പലതരം പ്രശ്നങ്ങളും അഭിമുഖീകരിക്കുന്നുണ്ട്. ഇത് വിവിധ തരത്തിലുള്ള അസമത്വത്തിലേക്ക് നയിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കുന്ന കുറച്ച് നിയമങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അസംഘടിത തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷാ നിയമം 2008 വന്നിട്ടുണ്ട്. അസംഘടിത തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം, പ്രസവാനുകൂല്യങ്ങൾ, വാർദ്ധകാല സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം, വിവിധ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുന്നതിനുള്ള പദ്ധതികൾ രൂപീകരിക്കുന്നതിന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഈ നിയമം അധികാരം നൽകുന്നു. അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? അസംഘടിത തൊഴിലാളികളുടെ ആരോഗ്യ സംരക്ഷണം, പ്രസവാനുകൂല്യങ്ങൾ, വാർദ്ധകാല സംരക്ഷണം, വിദ്യാഭ്യാസം, പാർപ്പിടം, വിവിധ സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങൾ എന്നിവ ഉറപ്പുവരുത്തുന്നതിനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരു നിയമം നൽകുന്നുണ്ട്. ഇനി എന്താണ് സാമൂഹിക സുരക്ഷാ കോഡ് 2020 എന്ന് പറയുന്നത്? സംഘടിത അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ സാമൂഹിക സുരക്ഷിതത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് 2020 രൂപീകരിച്ച നിയമമാണ് സാമൂഹിക സുരക്ഷാ കോഡ് എന്ന് പറയുന്നത്. സ്വയം തൊഴിൽ ഏർപ്പെടുന്നവർ, വീട്ടുജോലിക്കാർ, ദിവസവേതനക്കാർ, അതിഥി തൊഴിലാളികൾ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ തുടങ്ങിയെല്ലാം ഈ നിയമത്തിന് ആനുകൂല്യത്തിന് അർഹരാണ്. ആരൊക്കെയാണ്? സ്വയം തൊഴിൽ ഏർപ്പെടുന്നവർ, വീട്ടുജോലിക്കാർ, ദിവസവേതനക്കാർ, അതിഥി തൊഴിലാളികൾ, ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്നിവരൊക്കെ ഇതിന് ആനുകൂല്യത്തിന് അർഹരാണ്. ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന തൊഴിലാളികൾക്കുള്ള ആനുകൂല്യങ്ങൾ, അപകട ഇൻഷുറൻസ്, പ്രസവാനുകൂല്യങ്ങൾ, സൗജന്യ ചികിത്സാ ആനുകൂല്യങ്ങൾ, വാർദ്ധകാല സംരക്ഷണമൊക്കെ ഈ നിയമത്തിൻ്റെ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ട്. ഇത്തരം നിയമങ്ങൾക്ക് പുറമെ തൊഴിലാളികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുക, അവർക്ക് വായ്പകൾ ലഭ്യമാക്കുക, തൊഴിൽ നിയമങ്ങൾ കൂടുതൽ അയവുള്ളതാക്കുക തുടങ്ങി മറ്റ് നടപടിക്രമങ്ങളും അസംഘടിത മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനായിട്ട് സർക്കാർ നടപ്പിലാക്കി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന് വെച്ചാൽ എന്താ നോക്കാം. സാമൂഹിക സുരക്ഷാ കോഡ് 2020 ഒരു ഗിഗ് തൊഴിലാളിയെ നിർവഹിച്ചിരിക്കുന്ന പ്രകാരമാണ്. പരമ്പരാഗത തൊഴിലുടമ തൊഴിലാളി ബന്ധങ്ങൾക്ക് പുറത്തുള്ള ഒരു തൊഴിൽ ക്രമീകരണത്തിൽ പങ്കെടുക്കുകയും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് സമ്പാദിക്കുകയും ചെയ്യുന്ന വ്യക്തി. അതായത് എന്താണ് പറയുന്നത്? ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ആവശ്യാനുസരണം കമ്പനികളുമായിട്ട് ഔപചാരിക കരാറുകളിൽ ഏർപ്പെടുവാൻ സാധിക്കുന്നു. താൽക്കാലികവും സമയബന്ധിതവുമായി പൂർത്തിയാക്കേണ്ട തൊഴിലാളികളാണിവ. ഒരേ സമയം ഒന്നിലധികം സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുവാനായിട്ട് സാധിക്കുന്നു. സമയത്തിനും സന്ദർഭത്തിനനുസരിച്ച് ജോലി ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം ലഭ്യമാകുന്നു അല്ലേ. നമ്മൾ ഡെലിവറി ഒക്കെ ഉണ്ട് പറയുന്നത്. താല്പര്യമുള്ള മേഖലകളിൽ ഇവർക്ക് കഴിവുകൾ പരീക്ഷിക്കുവാനായിട്ട് അവസരം ലഭ്യമാക്കുന്നു. ഈ പ്ലാറ്റ്ഫോം തൊഴിലാളികൾ എന്ന സമ്പദ്ഘടനയുടെ ഒരു പ്രധാന വിഭാഗമാണ് ഫ്രീലാൻസർമാർ, സ്വതന്ത്ര കോൺട്രാക്ടർമാർ, വിവിധ ഓൺലൈൻ ഭക്ഷ്യവിതരണ തൊഴിലാളികൾ, ഡ്രൈവർമാർ തുടങ്ങിയവയൊക്കെ എന്താണ് ഗിഗ് പ്ലാറ്റ്ഫോമിൽ ഉദാഹരണങ്ങളാണ് അല്ലേ. ഏതൊക്കെയാണ് പറഞ്ഞത്? ഫ്രീലാൻസർമാർ, സ്വതന്ത്ര കോൺട്രാക്ടർമാർ, വിവിധ ഓൺലൈൻ ഭക്ഷ്യവിതരണ തൊഴിലാളികൾ, ഡ്രൈവർമാർ തുടങ്ങിയവർ ഗിഗ് പ്ലാറ്റ്ഫോം തൊഴിലാളികൾക്ക് ഉദാഹരണങ്ങളാണ്. ഒരു രാജ്യത്തിൻ്റെ പ്രാഥമിക, ദ്വിതീയ, തൃതീയ മേഖലകളിലെ വളർച്ച ആ രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയിൽ സുപ്രധാനമായി പങ്കുവഹിക്കുന്നുവെന്ന് നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് മനസ്സിലായി. അതുപോലെ തന്നെ പ്രാഥമിക, ദ്വിതീയ മേഖല പരസ്പര ആശ്രയത്തിൽ അധിഷ്ഠിതമാണെന്നും ഈ ചാപ്റ്ററിൽ മനസ്സിലായി. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടോ ഈ ചാപ്റ്ററിൽ പറയാനുള്ളത്? നമുക്ക് NCERT-യിൽ പഠിച്ചു വെച്ചിരിക്കേണ്ട ഒരു ഭാഗമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൈക്രോ എക്കണോമിക്സ് ആണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. മൈക്രോ എക്കണോമിക്സ് എന്ന് വെച്ചാൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രമാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അതിൽ വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഉൽപ്പാദന ഘടകങ്ങളും അതുമായിട്ട് വരുന്ന ഉൽപ്പന്നങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന കുറേ ടേംസുകളൊക്കെ നമ്മൾ പഠിച്ചു അല്ലേ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പാർട്ട് ബി, നമ്മുടെ +2 പാർട്ട് ബി സ്ഥൂല സാമ്പത്തിക ശാസ്ത്രമാണ്. അതിലാദ്യം വരുന്നത് എന്താണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രത്തിന് ഒരു ആമുഖം കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് സാമ്പത്തിക ശാസ്ത്രം, ഈ സാമ്പത്തിക ശാസ്ത്രത്തിന് ഡെഫിനേഷൻ കൊടുത്തത് ആരൊക്കെയാണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ 2 ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. മൈക്രോ എക്കണോമിക്സും മാക്രോ എക്കണോമിക്സും അത് തമ്മിലുള്ള കമ്പാരിസണും പഠിച്ചു അല്ലേ. അപ്പോൾ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം കൂടുതൽ പ്രചാരം നേടിയതിന് കാരണമായി തീർന്നത് 1930-കളിലെ വൻ സാമ്പത്തിക മാന്ദ്യമായിരുന്നു.
എന്താണ് വൻ സാമ്പത്തിക മാന്ദ്യം? മുതലാളിത്ത രാജ്യങ്ങളിൽ, അതായത് യൂറോപ്പ്, വടക്കേ അമേരിക്ക 1929 ആരംഭിച്ചത്. സാധനങ്ങളുടെ ചോദനം കുറഞ്ഞു. സാധനങ്ങളുടെ ചോദനം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, സാധനങ്ങളുടെ അളവിനെയാണ് ചോദനം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അളവ് കുറഞ്ഞു, തൊഴിലില്ലായ്മ രൂക്ഷമായി, ഉൽപ്പാദനം കുറഞ്ഞു. അമേരിക്കയിൽ തൊഴിലില്ലായ്മ 3% നിന്ന് 33% ഉയർന്നു. മൊത്തം ഉൽപ്പാദനം 33% കുറഞ്ഞു. ക്ലാസിക്കൽ സാമ്പത്തിക സിദ്ധാന്തങ്ങളുടെ അടിത്തറ JBCയുടെ കമ്പോള സിദ്ധാന്തം, പൂർണ്ണ തൊഴിൽ സന്തുലിതാവസ്ഥ എന്നിവയായിരുന്നു. ഇവ തെറ്റാണെന്ന് മഹാമാദ്യം തെളിയിച്ചു. ജോൺ മെയ്നാർഡ് ക്ലെയിൻസ് തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന ഗ്രന്ഥം 1936 പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറയുന്ന ബുക്കാരുടേതാണ്? ജോൺ മെയ്നാർഡ് കെയ്ൻസിൻ്റേതാണ് ദ ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഇനി ഒരു സമ്പദ് വ്യവസ്ഥയിലെ പ്രധാന മേഖലകൾ ഏതൊക്കെയാണ്? ഗാർഹിക മേഖലയുണ്ട്, സ്ഥാപനങ്ങളുണ്ട്, ഗവൺമെൻറ് ഉണ്ട്, ബാഹ്യ മേഖലയുണ്ട് അല്ലേ. ഇനി മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഉൽപ്പാദന ഉപാധികളുടെ സ്വകാര്യ ഉടമസ്ഥത, കമ്പോളത്തിൽ വിറ്റഴിക്കുന്ന ലക്ഷ്യത്തോടെയുള്ള ഉൽപ്പാദനത്തിൻ്റെ ലക്ഷ്യം ലാഭമായിരിക്കും, ഗവൺമെൻറ് പരിമിതമായ ഇടപെടലായിരിക്കും. നമ്മൾ കഴിഞ്ഞ SCRTയിൽ പറഞ്ഞ പോയിന്റ് തന്നെയാണ്. ഇനി ദേശീയ വരുമാനം കണക്കാക്കൽ. എന്താണ് അന്തിമ സാധനങ്ങൾ എന്ന് വെച്ചാൽ അന്തിമ ഉപഭോഗത്തിനോ നിക്ഷേപത്തിനോ ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് അന്തിമ സാധനങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അന്തിമ സാധനങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? അന്തിമ ഉപഭോഗത്തിന് അല്ലെങ്കിൽ നിക്ഷേപത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് അന്തിമ സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇവ ഉപഭോഗ സാധനങ്ങളോ മൂലധന സാധനങ്ങളോ ആണ്. അപ്പം എന്താണ് അന്തിമ സാധനങ്ങൾ എന്ന് വെച്ചാൽ അന്തിമ ഉപഭോഗത്തിനോ നിക്ഷേപത്തിനോ ഉപയോഗിക്കുന്ന സാധനങ്ങളെയാണ് അന്തിമ സാധനങ്ങൾ എന്ന് പറയുന്നത്. ഇവ മൂലധന സാധനങ്ങളോ അതുപോലെ തന്നെ ഉപഭോഗ സാധനങ്ങളോ ആണ്. ഇനി എന്താണ് മധ്യമ സാധനങ്ങൾ എന്ന് വെച്ചാൽ? അന്തരാള സാധനങ്ങൾ എന്ന് വെച്ചാൽ ഉൽപ്പാദന പ്രക്രിയയിലൂടെ രൂപാന്തരം സംഭവിക്കുന്ന ഈടില്ലാത്ത സാധനങ്ങളെയാണ് മധ്യമ സാധനങ്ങൾ എന്ന് പറയുന്നത്. അതായത് ഇവ അസംസ്കൃത സാധനങ്ങളായിരിക്കും. ഗോതമ്പ് പൊടി, മുട്ട, പഞ്ചസാര, ഉപ്പ് എന്നീ മധ്യമ സാധനങ്ങളും. ബ്രെഡ് എന്ന് പറയുന്നത് എന്താണ്? അന്തിമ ഉൽപ്പന്നവുമാണ്. അതായത് മധ്യമ സാധനങ്ങൾ എന്ന് വെച്ചാൽ ഇതിന് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളാണ്. ഒരു ഉൽപ്പന്നം നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന അസംസ്കൃത വസ്തുക്കളെയാണ് മധ്യമ സാധനങ്ങൾ എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഗോതമ്പ്, മുട്ട, പഞ്ചസാര, ഉപ്പൊക്കെയാണ്. ഇവ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, ബ്രെഡ് ഉണ്ടാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ ബ്രെഡ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? അന്തിമ സാധനമായിരിക്കും. ഇനി കണക്കിരട്ടിപ്പ്. ഒരു സാധനത്തിൻ്റെ മൂല്യം ഒന്നിൽ കൂടുതൽ തവണ കൂട്ടുന്ന രീതിയാണ് കണക്കിരട്ടിപ്പ് എന്ന് പറയുന്നത്. കണക്കിരട്ടിപ്പ് എന്ന് വെച്ചാൽ ഒരു സാധനത്തിൻ്റെ മൂല്യം ഒന്നിൽ കൂടുതൽ തവണ കൂട്ടുക അല്ലേ. ഇത് ഒഴിവാക്കുന്നതിന് മധ്യമ സാധനങ്ങളുടെ മൂല്യം ഒഴിവാക്കേണ്ടതായിട്ട് വരും. തേയ്മാനം എന്ന് വെച്ചാൽ എന്താണ്? ഉൽപ്പാദക പ്രക്രിയയിൽ സ്ഥിര മൂലധനത്തിൻ്റെ ഉപയോഗം മൂലമുണ്ടായ തേയ്മാനത്തിൻ്റെ മൂല്യനഷ്ടത്തെയാണ് തേയ്മാനം എന്ന് പറയുന്നത്. ഇത് മൊത്തം അറ്റ കണക്കുകളുടെ വ്യത്യാസമായിരിക്കും. ഉൽപ്പാദന പ്രക്രിയയിൽ സ്ഥിര മൂലധനത്തിൻ്റെ ഉപയോഗം മൂലമുണ്ടായ തേയ്മാനത്തെയാണ് അല്ലേ. തേയ്മാനം എന്ന് പറയുന്നത് എന്താണ്? മൂല്യനഷ്ടമാണ്. അതുപോലെ തന്നെ ശേഖരങ്ങളും പ്രവാഹങ്ങളും. ശേഖരങ്ങൾ എന്ന് വെച്ചാൽ എന്തായിരിക്കും? നമുക്ക് അളക്കാൻ കഴിയുന്ന ചരങ്ങളെയാണ് ശേഖരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ മൂലധനം, ഇൻവെൻ്ററികൾ, പണത്തിൻ്റെ പ്രധാനം, ദേശീയ സമ്പത്ത്, ദൂരം, ജലസംഭരണി, ജലമൊക്കെ നമുക്ക് അളക്കാനായിട്ട് പറ്റുന്നതാണ്. ഈ പ്രവാഹങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് അളക്കാനായിട്ട് നിശ്ചിത കാലയളവിൽ അളക്കാൻ കഴിയുന്ന ചരങ്ങളായിരിക്കും. ശേഖരങ്ങൾ എന്ന് വെച്ചാൽ എപ്പോഴും ഏതൊരു നിശ്ചിത സമയത്തും അളക്കാൻ കഴിയും. പ്രവാഹങ്ങൾ എന്ന് വെച്ചാൽ ഒരു നിശ്ചിത കാലയളവിലാണ് നമുക്കത് അളക്കാനായിട്ട് കഴിയുള്ളൂ. ഇതിന് സമയപരിധിയുണ്ട്, ചലനാത്മകമാണ്. ശേഖരങ്ങളാണെങ്കിൽ സമയപരിധിയില്ല, സ്ഥിരാശയമായിരിക്കും. അപ്പോൾ പ്രവാഹങ്ങൾക്ക് എക്സാമ്പിളാണ് GDP, NDP, ദേശീയ വരുമാനം ഒക്കെ വരുന്നത്. ദേശീയ വരുമാനം, GDP, NDP അതുപോലെ തന്നെ ഇറക്കുമതി, വേഗത, ഒരു നദിയിലെ ജലംപഭോഗം, സമ്പാദ്യമൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്? ഒരു നിശ്ചിത കാലയളവിൽ മാത്രമാണ് ഇവ അളക്കാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് നിക്ഷേപം നമുക്ക് 3 ഡിവൈഡ് ചെയ്യാം. സ്ഥിര ബിസിനസ് നിക്ഷേപം, പാർപ്പിട നിക്ഷേപം, ഇൻവെൻ്ററി നിക്ഷേപം. സ്ഥിര ബിസിനസ് നിക്ഷേപം എന്ന് വെച്ചാൽ യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ, ഫാക്ടറി കെട്ടിടങ്ങൾ എന്നിവയുടെ കൂട്ടിച്ചേർക്കലാണ് വരിക. പാർപ്പിട നിക്ഷേപം നമുക്കറിയാം. ഇൻവെൻ്ററി നിക്ഷേപം എന്ന് വെച്ചാൽ ഉപയോഗിക്കാത്ത അസംസ്കൃത സാധനങ്ങൾ, ഭാഗികമായി ഉൽപ്പാദിപ്പിച്ച സാധനങ്ങൾ, വിൽക്കപ്പെടാത്ത അന്തിമ സാധനങ്ങളൊക്കെ ഇൻവെൻ്ററി നിക്ഷേപത്തിലാണ് വരിക. ഇൻവെൻ്ററി നിക്ഷേപം എന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കാത്ത അസംസ്കൃത സാധനങ്ങളും ഉപയോഗിച്ചിട്ട് വിൽക്കപ്പെടാത്ത അന്തിമ സാധനങ്ങളും ഭാഗികമായിട്ട് ഉൽപ്പാദിപ്പിച്ച സാധനങ്ങളൊക്കെയാണ് ഇൻവെൻ്ററി നിക്ഷേപത്തിൽ വരിക. നെക്സ്റ്റ് അറ്റപരോക്ഷ നികുതി. ഇതാണ് നമുക്ക് പഠിക്കുന്നത്. അറ്റപരോക്ഷ നികുതി എങ്ങനെയാണ് കണ്ടുപിടിക്കാം? പരോക്ഷ നികുതിയിൽ നിന്നും സബ്സിഡി കുറയ്ക്കുന്നതിനാണ് അറ്റപരോക്ഷ നികുതി എന്ന് പറയുന്നത്. പഠിച്ചു വെച്ചിരിക്കുക. അറ്റപരോക്ഷ നികുതി എന്ന് വെച്ചാൽ പരോക്ഷ നികുതിയിൽ നിന്നും സബ്സിഡി കുറയ്ക്കുന്നതിനാണ് അറ്റപരോക്ഷ നികുതി എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് നമുക്ക് പ്രധാനമായിട്ടും ഇത് കുറേ ഉണ്ട് പഠിക്കാനായിട്ട്, പക്ഷേ ഇത്രയൊന്നും നമുക്ക് ആവശ്യം വരുന്നില്ല. അതിൽ ഓരോ ടേംസ് എന്താണെന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കുക. എന്താണ് ഉൽപ്പന്ന രീതി എന്ന് വെച്ചാൽ കൂട്ടിച്ചേർത്ത മൂല്യരീതി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഈ രീതിയിൽ ഒരു വർഷം സമ്പദ് വ്യവസ്ഥയിൽ ഉൽപ്പാദിപ്പിച്ച അന്തിമ സേവനങ്ങളുടെ പണമൂല്യമാണ് നോക്കുക. അതായത് GDP കണക്കാക്കുന്നത് എങ്ങനെയാണ്? GDP എങ്ങനെ കണക്കാക്കുക? ഒരു സമ്പദ് വ്യവസ്ഥയിലെ എല്ലാ സ്ഥാപനങ്ങളുടെയും മൊത്തം കൂട്ടിച്ചേർത്ത മൂല്യം നോക്കിയിട്ടാണ് GDP കണക്കാക്കുക. ഇനി വരുമാന രീതി എന്ന് വെച്ചാൽ എന്താണ്? ഒരു വർഷം രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് ഉൽപ്പാദക ഘടകങ്ങൾ ആർജിക്കുന്ന ഘടക വരുമാനങ്ങളുടെ ആകെ തുകയാണ് GDP എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു അല്ലേ. GDP കണക്കാക്കുന്ന സമവാക്യം
ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട്. അത് വെച്ച് നോക്കുന്നത് വരുമാന രീതി വെച്ചിട്ടാണ് GDP കണക്കാക്കുന്നത് ഇവിടെ. ഇനി ചിലവ് രീതി എന്ന് വെച്ചാൽ GDP കണക്കാക്കുന്നത് ചിലവ് നോക്കിയിട്ടായിരിക്കും. അതായത് അന്തിമ ചിലവ് = അന്തിമ ഉപഭോഗ ചിലവ് പ്ലസ് അന്തിമ നിക്ഷേപ ചിലവ്. ഇങ്ങനെയായിരിക്കും എന്ത് കണക്കാക്കുന്നുണ്ടായിരിക്കാം, നമ്മുടെ GDP കണക്കാക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ GDP 3 രീതിയിലൂടെ കണക്കാക്കി. എങ്ങനെയൊക്കെയാണ്? ഉൽപ്പന്ന രീതി, വരുമാന രീതി, ചെലവ് രീതി എന്നിങ്ങനെ അല്ലേ. ഇനി ദേശീയ വരുമാനം അളക്കുന്ന 3 രീതികളുടെയും അനുരഞ്ജനം 3 രീതികളും ഒരേ ഉത്തരമാണ് നൽകുക. ഉൽപ്പന്ന രീതി = വരുമാന രീതി, വരുമാനം = ചെലവ് രീതി. ഇനി ഇവിടെ പഠിച്ചു വെച്ചിരിക്കുന്നത് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം, മൊത്തം ദേശീയ ഉൽപ്പന്നം എന്ന് വെച്ചാൽ എന്താണെന്നാണ്. മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് വെച്ചാൽ ഒരു വർഷം രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യത്തെയാണ് GDP എന്ന് പറയുന്നത്. ഇനി മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് വെച്ചാൽ ഒരു വർഷം രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യമാണ് GNP. അപ്പോൾ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് വെച്ചാൽ ആഭ്യന്തര പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യമാണ് GDP. മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് പറയുന്നത്. മൊത്തം ദേശീയ ഉൽപ്പന്നം എന്ന് വെച്ചാൽ ഒരു വർഷം രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യമാണ്. അപ്പോൾ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം കാണുന്നതിനായിട്ട് ഇവിടെ GDPയിൽ നിന്നും അറ്റപരോക്ഷ നികുതി മൈനസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ മൊത്തം ദേശീയ ഉൽപ്പന്നം കാണുന്നതിനായിട്ട് ദേശീയ ഉൽപ്പന്നത്തിൽ നിന്ന് അറ്റപരോക്ഷ നികുതി കുറച്ചാൽ മതി. അപ്പോൾ അറ്റപരോക്ഷ നികുതി ഇതിൽ രണ്ടെണ്ണത്തിലും മൈനസ് ചെയ്യണം. എന്താണ് അറ്റപരോക്ഷ നികുതി എന്ന് നമ്മൾ നേരത്തെ കണ്ടു. ഇനി അറ്റ ആഭ്യന്തര ഉൽപ്പന്നം കാണുന്നതിനായിട്ട് GDPയിൽ നിന്നും തേയ്മാനം കുറച്ചാൽ മതി. GDPയിൽ നിന്നും തേയ്മാനം കുറച്ചാൽ മതി. അതുപോലെ തന്നെ മൊത്തം ദേശീയ ഉൽപ്പന്നം കാണുന്നതിനായിട്ടും GNPയിൽ നിന്ന് തേയ്മാനം കുറച്ചാൽ മതി. GNPയിൽ നിന്ന് തേയ്മാനം കുറച്ചാൽ മതി. അപ്പോൾ മൊത്തം ആഭ്യന്തര ഉൽപ്പന്നത്തിൽ നമ്മൾ പഠിക്കേണ്ട ടേംസുകളാണ് മൊത്തം ആഭ്യന്തര ഉൽപ്പന്നവും അറ്റ ആഭ്യന്തര ഉൽപ്പന്നവും. മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം എന്ന് വെച്ചാൽ ഒരു വർഷം രാജ്യത്തിൻ്റെ ആഭ്യന്തര പ്രദേശത്ത് ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യമാണ്. അതിൽ നിന്ന് നമ്മൾ അറ്റപരോക്ഷ നികുതി കുറയ്ക്കണം. ഇനി അറ്റ ആഭ്യന്തര ഉൽപ്പന്നം എന്ന് വെച്ചാൽ എന്താണ്? GDPയിൽ നിന്നും തേയ്മാനം കുറച്ചതാണ്. മൊത്തം ദേശീയ ഉൽപ്പന്നം എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു ഒരു വർഷം രാജ്യത്ത് ഉൽപ്പാദിപ്പിച്ച അന്തിമ സാധന സേവനങ്ങളുടെ പണമൂല്യമാണ്. GNP കാണുന്നതിനായിട്ട് GNP MP മൈനസ് അറ്റപരോക്ഷ നികുതി. അതുപോലെ തന്നെ അറ്റ ദേശീയ ഉൽപ്പന്നം കാണുന്നതിനായിട്ട് GNPയിൽ നിന്ന് തേയ്മാനം കുറച്ചാൽ മതി. ഇനി വ്യക്തിഗത വരുമാനം എന്ന് വെച്ചാൽ രാജ്യത്തെ വ്യക്തികൾക്ക് ലഭിച്ച യഥാർത്ഥ വരുമാനത്തെയാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത്. വ്യക്തിഗത വരുമാനം എന്ന് പറയുമ്പോൾ ദേശീയ വരുമാനത്തിൽ നിന്നും വീതിക്കപ്പെടാത്ത ലാഭം കുറയ്ക്കണം, കോർപ്പറേറ്റ് നികുതി കുറയ്ക്കും, കുടുംബങ്ങളുടെ അറ്റ പലിശ അടവ് കുറയ്ക്കും, അതുപോലെ തന്നെ മാറ്റടവുകൾ അവിടെ കൂട്ടുകയും ചെയ്യും. നെക്സ്റ്റ് വ്യക്തിഗത വിനിമയ യോഗ്യ വരുമാനം എന്ന് വെച്ചാൽ യഥാർത്ഥ ഉപഭോഗത്തിനായി വ്യക്തികൾക്ക് ലഭിക്കുന്ന വരുമാനത്തെയാണ് വ്യക്തിഗത വിനിമയ യോഗ്യ വരുമാനം എന്ന് പറയുന്നത്. അതായത് വ്യക്തിഗത വരുമാനത്തിൽ നിന്നും പ്രത്യക്ഷ നികുതിയും ഫൈനും ഫീസൊക്കെ കുറയ്ക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇനി ഗവൺമെൻറ്റിൻ്റെ ബജറ്റിൻ്റെ ഘടകങ്ങളാണ്. ഒരു സാമ്പത്തിക വർഷം ഗവൺമെൻറ്റിൻ്റെ പ്രതീക്ഷിത വരുമാനവും പ്രതീക്ഷിത ചെലവുകളും ഉൾക്കൊള്ളുന്ന പ്രസ്താവനയാണ് ബജറ്റ് എന്ന് പറയുന്നത് അല്ലേ. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 പ്രകാരം എല്ലാ വർഷവും ഗവൺമെൻറ് വാർഷിക ധനകാര്യ പ്രസ്താവന പാർലമെൻറ്റിൽ അവതരിപ്പിക്കണം. ഗവൺമെൻറ് ബജറ്റിനെ 2 ഭാഗങ്ങളായിട്ട് തരംതിരിക്കുന്നുണ്ട്. വരുമാന അക്കൗണ്ട് എന്നും മൂലധന അക്കൗണ്ട് എന്നും. ബജറ്റിനെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. വരുമാന അക്കൗണ്ട് എന്നും മൂലധന അക്കൗണ്ട് എന്നും. എന്താണ് വരുമാന അക്കൗണ്ട് എന്ന് വെച്ചാൽ റവന്യൂ വരുമാനങ്ങളും റവന്യൂ ചെലവുകളുമാണ് വരുമാന അക്കൗണ്ടിൽ വരാം. വരുമാന അക്കൗണ്ട് അല്ലെങ്കിൽ റവന്യൂ അക്കൗണ്ട് എന്ന് വെച്ചാൽ അവിടെ വരുമാന ചെലവുകളും റവന്യൂ വരുമാനങ്ങളും റവന്യൂ ചെലവുകളാണ് വരാം. എന്താണ് റവന്യൂ വരുമാനം എന്ന് വെച്ചാൽ റവന്യൂ വരുമാനത്തിലാണ് നികുതി വരുമാനം, നികുതിയേതര വരുമാനം വരുന്നത്. ഗവൺമെൻറ്റിൻ്റെ ആസ്തികൾ ക്ഷയിക്കുകയോ ബാധ്യതകൾ ഉണ്ടാക്കുകയോ ചെയ്യാത്ത വരുമാനത്തെയാണ് റവന്യൂ വരുമാനം എന്ന് പറയുന്നത്. ഗവൺമെൻറ്റിൻ്റെ ആസ്തികൾ ക്ഷയിക്കുകയോ ബാധ്യതകൾ ഉണ്ടാക്കുകയോ ചെയ്യാത്ത വരുമാനത്തെയാണ് റവന്യൂ വരുമാനം എന്ന് പറയുന്നത്. ഇത് 2 തരമുണ്ട്. നികുതി വരുമാനമുണ്ട്, നികുതിയേതര വരുമാനമുണ്ട്. നികുതി വരുമാനം എന്ന് പറയുമ്പോൾ പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും വരുന്നു. നികുതി വരുമാനത്തിലാണ് പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും വരുന്നത്. പ്രത്യക്ഷ നികുതിക്ക് എക്സാമ്പിളാണ് വരുമാന നികുതി, കോർപ്പറേറ്റ് നികുതി, ഗിഫ്റ്റ് നികുതി, സ്വത്ത് നികുതി, എസ്റ്റേറ്റ് നികുതി എന്നിവ. പ്രത്യക്ഷ നികുതിക്ക് എക്സാമ്പിളാണ് വരുമാന നികുതി, കോർപ്പറേറ്റ് നികുതി, ഗിഫ്റ്റ് നികുതി, സ്വത്ത് നികുതി, എസ്റ്റേറ്റ് നികുതി എന്നിവ. ഇനി പരോക്ഷ നികുതി എന്ന് വെച്ചാലോ സാധന സേവനങ്ങളിൽ ചുമത്തുന്ന നികുതിയാണ് പരോക്ഷ നികുതി. അതായത് എക്സൈസ് നികുതി, കസ്റ്റംസ് നികുതി, സേവന നികുതി, വിനോദ നികുതിയൊക്കെ എന്താണ്? എക്സൈസ് നികുതികളാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണ്? നമ്മൾ 2ആയിട്ട് ഡിവൈഡ് ചെയ്തെന്ന് പറഞ്ഞില്ലേ ബജറ്റിനെ. എങ്ങനെയാണ്? വരുമാന അക്കൗണ്ടെന്നും മൂലധന അക്കൗണ്ടെന്നും. വരുമാന അക്കൗണ്ടിൽ റവന്യൂ വരുമാനവും റവന്യൂ ചിലവാണ് വരുന്നത്. ഇതിൽ റവന്യൂ വരുമാനം എന്ന് വെച്ചാൽ നികുതി വരുമാനവും നികുതിയേതര വരുമാനമുണ്ട്. നികുതി വരുമാനം എന്ന് പറയുമ്പോൾ പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയാണ് വരാം. പ്രത്യക്ഷ നികുതി എന്ന് വെച്ചാൽ വരുമാന നികുതി, കോർപ്പറേറ്റ് നികുതി, ഗിഫ്റ്റ് നികുതി, സ്വത്ത് നികുതി, എസ്റ്റേറ്റ് നികുതിയൊക്കെ വരും. എന്നാൽ പരോക്ഷ നികുതി എന്ന് വെച്ചാൽ എക്സൈസ് നികുതി, കസ്റ്റംസ് നികുതി, സേവന നികുതി, വിനോദ നികുതി എന്നിവയാണ് വരാം. നികുതിയേതര വരുമാനം എന്ന് വെച്ചാലല്ലോ ലാഭവും ലാഭവിഹിതവും, വായ്പയുടെ പലിശ, ഫീസുകൾ, പിഴകൾ, ശിക്ഷകൾ, എക്സ് ചീറ്റുകൾ, ഗ്രാൻറ്റുകൾ, ഗിഫ്റ്റുകളൊക്കെ എന്താണ്? നികുതിയേതര വരുമാനമാണ്. ലാഭം, ലാഭവിഹിതം, വായ്പയുടെ പലിശ, ഫീസ്, പിഴ, ശിക്ഷ, എക്സ് ചീറ്റുകൾ, ഗ്രാൻറ്റുകൾ, ഗിഫ്റ്റുകളൊക്കെ എന്താണ്? നികുതിയേതര വരുമാനമാണ്. ഇനി റവന്യൂ ചെലവ്. റവന്യൂ ചെലവ് എന്ന് വെച്ചാൽ ഇവ ആസ്തികൾ സൃഷ്ടിക്കുകയോ ബാധ്യത ഉണ്ടാക്കുകയോ ചെയ്യുന്നുണ്ട്. ഇവ റവന്യൂ വരുമാനത്തിൽ നിന്നാണ് വഹിക്കുന്നത്. റവന്യൂ ചെലവ് എന്ന് വെച്ചാൽ ഇവ ആസ്തികൾ സൃഷ്ടിക്കുകയോ ബാധ്യത ഉണ്ടാക്കുകയോ ചെയ്യുന്നു. അതുപോലെ തന്നെ റവന്യൂ വരുമാനത്തിൽ നിന്നാണ് ഇവ വഹിക്കുന്നത്.
എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളും സേവനങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള ചിലവുകൾ, പലിശയടവ്, സബ്സിഡികൾ, ഗ്രാൻറ്റുകൾ എന്നിവയ്ക്ക് എന്താണ് റവന്യൂ ചിലവാണ്. അപ്പോൾ ഇവ ആസ്തികൾ സൃഷ്ടിക്കുകയോ ബാധ്യത ഉണ്ടാക്കുകയോ ചെയ്യുന്നു. അതുപോലെ തന്നെ റവന്യൂ വരുമാനത്തിൽ നിന്നാണ് വഹിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളും സേവനങ്ങളും നടത്തിക്കൊണ്ട് പോകുന്നതിനുള്ള ചിലവുകൾ, പലിശയടവ്, സബ്സിഡി, ഗ്രാൻറ്റുകളൊക്കെ എന്താണ് റവന്യൂ ചിലവാണ്. ഈ റവന്യൂ ചിലവുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, പദ്ധതി ചിലവുകളെന്നും പദ്ധതിയേതര ചിലവുകളെന്നും. എന്താണ് റവന്യൂ ചിലവുകൾ രണ്ടായിട്ട് തിരിക്കാം, പദ്ധതി ചിലവുകളെന്നും പദ്ധതിയേതര ചിലവുകളെന്നും. ഇവ ആസ്തികൾ സൃഷ്ടിക്കുക അതുപോലെ തന്നെ ബാധ്യത ഉണ്ടാക്കുന്നതാണ് റവന്യൂ ചിലവെന്ന് പറയുന്നത്. അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വരുമാന അക്കൗണ്ട്, റവന്യൂ അക്കൗണ്ടിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. റവന്യൂ വരുമാനമുണ്ട്, അതുപോലെ തന്നെ എന്താണ് റവന്യൂ ചിലവുണ്ട് അല്ലേ. റവന്യൂ വരുമാനം എന്ന് വെച്ചാൽ എന്തായിരിക്കും? ആസ്തികൾ ക്ഷയിക്കുക, ബാധ്യതകൾ ഉണ്ടാക്കുകയും ചെയ്യാത്ത വരുമാനമാണ് അല്ലേ. അതൊന്നും ബാധ്യത ഒന്നും ഉണ്ടാക്കാത്ത വരുമാനമാണ്. പ്രത്യക്ഷ നികുതിയും, നികുതി വരുമാനമുണ്ട്, നികുതിയേതര വരുമാനമുണ്ട്. നികുതി വരുമാനത്തിലാണ് പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും വരുന്നത്. പിന്നെ റവന്യൂ ചിലവെന്ന് വെച്ചാൽ അവിടെ ബാധ്യത ഉണ്ടാക്കുന്നുണ്ട്. അതിന് എക്സാമ്പിളാണ് പലിശ, ഗ്രാൻറ്റുകളൊക്കെ. ഇനി നെക്സ്റ്റ് വരുന്നത് എന്താണ്? മൂലധന അക്കൗണ്ടാണ്. പ്രതീക്ഷിത മൂലധന വരുമാനങ്ങളും മൂലധന ചിലവുകളുമാണ് ഇതിൽ വരുന്നത്. മൂലധന വരുമാനം, മൂലധന ചിലവാണ് ഇവിടെ മൂലധന അക്കൗണ്ടിൽ വരിക. എന്താണ് മൂലധന വരുമാനം എന്ന് വെച്ചാൽ? എങ്ങനെയാണ് മൂലധന വരുമാനം എന്ന് പറയുമ്പോൾ വായ്പകളായിട്ട് ലഭിക്കും അല്ലേ. വായ്പകൾ, നിക്ഷേപങ്ങൾ, വായ്പകൾ, തിരിച്ചടവൊക്കെയാണ് വരാം. വായ്പകൾ എന്ന് പറയുമ്പോൾ കമ്പോള വായ്പയുണ്ട്, അതുപോലെ തന്നെ RB, വാണിജ്യ ബാങ്ക്, ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവയിൽ നിന്നും സ്വീകരിക്കുന്ന വായ്പ, ലഘു സമ്പാദ്യ പദ്ധതികൾ, വിദേശ വായ്പകളൊക്കെ എന്താണ് വായ്പകൾക്ക് എക്സാമ്പിളാണ് അല്ലേ. ഗവൺമെൻറ് ആസ്തികൾ ക്ഷയിക്കുകയോ ബാധ്യതകൾ ഉണ്ടാക്കുകയോ ചെയ്യുന്ന വരുമാനമാണ് മൂലധന വരുമാനം. ഇനി മൂലധന ചെലവ് എന്ന് വെച്ചാൽ എന്താണ്? ഗവൺമെൻറ് ആസ്തികൾ സൃഷ്ടിക്കുകയോ ബാധ്യതകൾ കുറയ്ക്കുകയോ ചെയ്യുന്ന ചിലവുകളെയാണ് മൂലധന ചെലവ് എന്ന് പറയുന്നത്. ഭൂമി, കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ, ഉപകരണങ്ങൾ തുടങ്ങിയുള്ള ചെലവ്, ഓഹരികളുള്ള നിക്ഷേപം, വായ്പ നൽകൽ, ദേശരക്ഷയ്ക്കുള്ള മൂലധന ചെലവ് ഒക്കെയാണ് ഈ മൂലധന ചെലവിൽ വരുന്നത്. അപ്പോൾ ഗവൺമെൻറ് ആസ്തികൾ സൃഷ്ടിക്കുകയോ ബാധ്യതകൾ കുറയ്ക്കുകയോ ചെയ്യുന്ന ചിലവുകളാണ് മൂലധന ചെലവ്. ഭൂമി, കെട്ടിടങ്ങൾ, യന്ത്രങ്ങൾ, ഉപകരണങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. അതുപോലെ ഓഹരികളുള്ള നിക്ഷേപം, വായ്പ നൽകൽ, ദേശരക്ഷയ്ക്കുള്ള മൂലധന ചിലവൊക്കെ ഇതിൽ വരുന്നുണ്ട്. മൂലധന ചെലവിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. പദ്ധതി മൂലധന ചിലവെന്നും പദ്ധതിയേതര മൂലധന ചിലവെന്നും. നമ്മൾ നേരത്തെ പറഞ്ഞു ഏതിനെയാണ്? മൂലധന വരുമാനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. മൂലധന വരുമാനത്തിൽ അല്ല, നമ്മളിവിടെ റവന്യൂ ചിലവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ പദ്ധതി ചിലവും പദ്ധതിയേതര ചിലവും ഉണ്ടെന്ന്. അതുപോലെ തന്നെ മൂലധന ചിലവിലും പദ്ധതി മൂലധന ചിലവും പദ്ധതിയേതര മൂലധന ചിലവുമുണ്ട്. ഇനി ഗവൺമെൻറ് ബജറ്റ് കമ്മിറ്റിയുടെ അളവുകളാണ്. ബജറ്റ് കമ്മിക്ക് വിവിധ തരത്തിലുള്ള അളവുകളുണ്ട്. ഒന്ന് റവന്യൂ കമ്മിയാണ്. റവന്യൂ കമ്മി എന്ന് വെച്ചാൽ റവന്യൂ ചിലവിൽ നിന്നും റവന്യൂ വരുമാനം കുറയ്ക്കുകയാണെങ്കിൽ റവന്യൂ കമ്മി കിട്ടും. ധനക്കമ്മി ആണെങ്കിലോ മൊത്തം ചിലവിൽ നിന്നും വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം കുറച്ചാൽ മതി. ധനക്കമ്മി കാണുന്നതിനായിട്ട് മൊത്തം ചിലവിൽ നിന്ന് വായ്പ ഒഴികെയുള്ള മൊത്തം വരുമാനം കുറച്ചാൽ മതി. അല്ലെങ്കിൽ മൊത്തം ചിലവിൽ നിന്ന് റവന്യൂ വരുമാനം പ്ലസ് വായ്പ ഒഴികെയുള്ള മൂലധന വരുമാനം കുറച്ചാൽ മതി. അപ്പോൾ തന്നെ കമ്മി ഗവൺമെൻറ് വായ്പ എടുക്കുന്ന മൊത്തം തുകയാണ് സൂചിപ്പിക്കുന്നത്. ഈ പ്രാഥമിക കമ്മി എന്ന് പറയുമ്പോൾ ധനക്കമ്മിയിൽ നിന്നും അറ്റ പലിശ അടവുകൾ കുറയ്ക്കുന്നതിനെയാണ് പ്രാഥമിക കമ്മി എന്ന് പറയുന്നത്. ധനക്കമ്മിയിൽ നിന്നും പലിശ പലിശ അടവുകളൊക്കെ കുറയ്ക്കുന്നതിനെയാണ് പ്രാഥമിക കമ്മി എന്ന് പറയുന്നത്. പലിശ അടവുകൾക്ക് വേണ്ടി അല്ലാതെ ഗവൺമെൻറ് എത്ര തുക വാങ്ങിയിട്ടുണ്ടെന്ന് സൂചിപ്പിക്കണം. ഈ സന്തുലിത ബജറ്റുണ്ട്, അസന്തുലിത ബജറ്റുണ്ട്. സന്തുലിത ബജറ്റ് എന്ന് വെച്ചാൽ ബജറ്റിൽ ഗവൺമെൻറ് വരുമാനവും ചിലവും തുല്യമായിരിക്കും. സന്തുലിതം എന്ന് വെച്ചാൽ എന്താണ്? രണ്ടും ഈക്വൽ ആയിരിക്കും, അതായത് വരുമാനവും ചിലവും ഈക്വൽ ആയിരിക്കും. കമ്മി ബജറ്റ് എന്ന് വെച്ചാൽ ബജറ്റിൽ ഗവൺമെൻറ് ചിലവ് വരുമാനത്തേക്കാളും കൂടുതലായിരിക്കും. ഗവൺമെൻറ് ചിലവാണ് അവിടെ കൂടുതലായിട്ട് വരുന്നത്, വരുമാനത്തേക്കാളും കൂടുതലായിട്ട് വരുന്നത് ഗവൺമെൻറ് ചിലവാണ്. മിച്ച ബജറ്റ് എന്ന് വെച്ചാൽ എന്താണ്? ബജറ്റിൽ ഗവൺമെൻറ് വരുമാനം ചിലവിനേക്കാളും കൂടുന്നു. അപ്പോൾ കമ്മി ബജറ്റ് എന്ന് വെച്ചാൽ ബജറ്റിൽ ഗവൺമെൻറ് ചിലവ് വരുമാനത്തേക്കാളും കൂടുന്നതായിരുന്നു. മിച്ച ബജറ്റ് എന്ന് വെച്ചാൽ ബജറ്റിൽ ഗവൺമെൻറ് വരുമാനം ചിലവിനേക്കാളും കൂടുന്നതാണ്. ഇനി എന്താണ് ധനനയം? നികുതികൾ, പൊതുചെലവ്, പൊതുകടം എന്നിവയുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് നയമാണ് ധനനയം എന്ന് പറയുന്നത്. ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് സുസ്ഥിരത കൈവരിക്കുക എന്നാണ്. സുസ്ഥിരത കൈവരിക്കുക എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ലക്ഷ്യം വരുന്നത്. ഓക്കെ, ഇത്രയും ടേംസാണ് നമുക്കിവിടെ ഈ ഒരു +2 പഠിക്കാനായിട്ട് വരുന്നത്. ബാക്കിയൊക്കെ നമുക്ക് എക്കണോമിക്സിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ടുള്ളൂ. ഇതിൽ നിന്നും അങ്ങനെ അധികം ക്വസ്റ്റ്യൻസ് വരാറില്ല. നമുക്ക് SCRT പഠിച്ച പോയിൻറ്റ്സുകളുണ്ടല്ലോ, എന്താണ് പ്രത്യക്ഷ നികുതി എന്താണ്, പരോക്ഷ നികുതി എന്താണെന്നുള്ളത് പഠിച്ചു വെച്ചിരിക്കുക. അതുപോലെ തന്നെ നികുതി വരുമാനം, നികുതിയേതര വരുമാനം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചു വെച്ചിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. മനസ്സിലാവുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ